ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ രസകരവും അതേസമയം അല്പം ഭയപ്പെടുത്തുന്നതുമായ ഒരു വിഷയത്തെക്കുറിച്ചാണ്. നമ്മുടെ ഓർമ്മകളെക്കുറിച്ച്. നിങ്ങൾ ഓർക്കുന്ന പല കാര്യങ്ങളും യഥാർത്ഥത്തിൽ സംഭവിച്ചത് പോലെയല്ലായിരിക്കാം എന്നതാണ് ഇന്നത്തെ വിഷയം. അതെ, നിങ്ങൾ ശരിക്കും കേട്ടു, നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഓർമ്മകൾ പോലും സത്യത്തിൽ നിന്ന് വളരെ അകലെയായിരിക്കാം. ഇതൊരു യാത്രയാണ് നമ്മുടെ തലച്ചോറിന്റെ ഏറ്റവും നിഗൂഢമായ ഭാഗങ്ങളിലേക്ക്. നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ തുടങ്ങാം. നമ്മുടെ ഓർമ്മകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ നമുക്ക് ആദ്യം തലച്ചോറിന്റെ അടിസ്ഥാന പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിയേണ്ടതുണ്ട്. പലരും കരുതുന്നത് നമ്മുടെ മസ്തിഷ്കം ഒരു കമ്പ്യൂട്ടർ പോലെയോ വീഡിയോ ക്യാമറ പോലെയോ പ്രവർത്തിക്കുന്നു എന്നാണ്. ഒരു സംഭവം നടക്കുമ്പോൾ അത് അതേപടി റെക്കോർഡ് ചെയ്ത് ഹാർഡ് ഡിസ്കിൽ സേവ് ചെയ്യുന്നു, പിന്നീട് ആവശ്യമുള്ളപ്പോൾ അതേപടി പ്ലേ ചെയ്യുന്നു എന്ന്. പക്ഷേ ശാസ്ത്രം പറയുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടാണ്. നമ്മുടെ മസ്തിഷ്കം യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്നത് ഒരു നിർമ്മാണ പ്രക്രിയയിലൂടെയാണ്. ഓരോ തവണയും നാം എന്തെങ്കിലും ഓർക്കുമ്പോൾ, അത് ഒരു പുനർനിർമ്മാണ പ്രക്രിയയാണ്. മസ്തിഷ്കം വിവിധ ഭാഗങ്ങളിൽ നിന്നായി വിവരങ്ങൾ ശേഖരിച്ച് ഒരു പൂർണ്ണമായ ചിത്രം സൃഷ്ടിക്കുന്നു. ദൃശ്യങ്ങൾ, ശബ്ദങ്ങൾ, ഗന്ധങ്ങൾ, വികാരങ്ങൾ ഇവയെല്ലാം വിവിധ മസ്തിഷ്ക മേഖലകളിൽ സംഭരിച്ചിരിക്കുന്നു. നാം ഒരു ഓർമ്മയെ തിരികെ വിളിക്കുമ്പോൾ, ഈ എല്ലാ കഷണങ്ങളും ഒരുമിച്ച് കൂട്ടിയോജിപ്പിച്ച് ഒരു സമഗ്രമായ അനുഭവമാക്കി മാറ്റുന്നു. ഈ പുനർനിർമ്മാണ പ്രക്രിയയെക്കുറിച്ച് ആദ്യമായി വിശദമായി പഠിച്ചത് ബാർട്ട്ലെറ്റ് എന്ന ബ്രിട്ടീഷ് മനഃശാസ്ത്രജ്ഞനാണ്. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യകാലത്തിലുമാണ് അദ്ദേഹം തന്റെ പഠനങ്ങൾ നടത്തിയത്. ബാർട്ട്ലെറ്റ് കണ്ടെത്തിയത് മനുഷ്യ ഓർമ്മ ഒരു സ്റ്റാറ്റിക് റെക്കോർഡിംഗ് അല്ല എന്നാണ്. പകരം അത് ഒരു ഡൈനാമിക് പ്രക്രിയയാണ്, നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നതും പുനർനിർമ്മിക്കപ്പെടുന്നതുമായ ഒന്നാണ്. ബാർട്ട്ലെറ്റിന്റെ പ്രശസ്തമായ പഠനത്തിൽ പങ്കെടുക്കുന്നവരോട് വിചിത്രമായ ഒരു കഥ വായിപ്പിച്ചു. ഇത് വടക്കേ അമേരിക്കൻ നേറ്റീവ് ഗോത്രങ്ങളുടെ ഒരു നാടോടിക്കഥയായിരുന്നു. ബ്രിട്ടീഷ് സംസ്കാരത്തിൽ വളർന്നവർക്ക് അപരിചിതമായ പല ഘടകങ്ങളും ഉണ്ടായിരുന്നു. പിന്നീട് വിവിധ സമയ ഇടവേളകളിൽ ആ കഥ തിരിച്ചോർക്കാൻ അവരോട് ആവശ്യപ്പെട്ടു. ബാർട്ട്ലെറ്റ് നിരീക്ഷിച്ചത് അവിശ്വസനീയമായ ഒരു പ്രതിഭാസമായിരുന്നു. സമയം കടന്നുപോകുമ്പോൾ പങ്കെടുക്കുന്നവർ കഥയിൽ ഗണ്യമായ മാറ്റങ്ങൾ വരുത്തി. അവർ വിചിത്രമായ വിശദാംശങ്ങൾ ഒഴിവാക്കി, തങ്ങൾക്ക് പരിചിതമായ ഘടകങ്ങൾ കൂട്ടിച്ചേർത്തു, കഥയെ അവരുടെ സ്വന്തം സാംസ്കാരിക സന്ദർഭത്തിന് അനുയോജ്യമാക്കി മാറ്റി. ഇത് ബാർട്ട്ലെറ്റിനെ മനസ്സിലാക്കാൻ സഹായിച്ചു, ഓർമ്മ എന്നത് യാന്ത്രികമായ പുനരുൽപാദനമല്ല, മറിച്ച് നമ്മുടെ നിലവിലുള്ള അറിവിന്റെയും വിശ്വാസങ്ങളുടെയും അടിസ്ഥാനത്തിൽ സജീവമായി പുനർനിർമ്മിക്കുന്ന ഒന്നാണ് എന്ന്. ബാർട്ട്ലെറ്റ് അവതരിപ്പിച്ച ഒരു പ്രധാന ആശയം സ്കീമാസ് എന്നതാണ്. സ്കീമ എന്നത് നമ്മുടെ മസ്തിഷ്കത്തിൽ സംഭരിച്ചിരിക്കുന്ന അറിവിന്റെ ചട്ടക്കൂടുകളോ പാറ്റേണുകളോ ആണ്. ലോകത്തെക്കുറിച്ചുള്ള നമ്മുടെ മുൻധാരണകളും പ്രതീക്ഷകളും ഇവയിൽ ഉൾപ്പെടുന്നു. പുതിയ അനുഭവങ്ങൾ നമുക്ക് ലഭിക്കുമ്പോൾ, നമ്മുടെ മസ്തിഷ്കം അവയെ നിലവിലുള്ള സ്കീമകളുമായി പൊരുത്തപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഈ പ്രക്രിയയിൽ യഥാർത്ഥ അനുഭവം രൂപാന്തരപ്പെടാം, നമ്മുടെ പ്രതീക്ഷകൾക്കനുസൃതമാക്കാം. 20-ാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിൽ എലിസബത്ത് ലോഫ്റ്റസ് എന്ന അമേരിക്കൻ മനഃശാസ്ത്രജ്ഞ ഓർമ്മയുടെ വിശ്വാസിയെക്കുറിച്ച് വിപ്ലവകരമായ പഠനങ്ങൾ നടത്തി. ലോഫ്റ്റസിന്റെ പഠനങ്ങൾ പ്രത്യേകിച്ച് സാക്ഷ്യത്തിന്റെ കൃത്യയെക്കുറിച്ചും തെറ്റായ ഓർമ്മകൾ സൃഷ്ടിക്കപ്പെടുന്നതിനെക്കുറിച്ചും ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അവരുടെ പഠനങ്ങൾ നിയമവ്യവസ്ഥയിൽ പോലും വലിയ സ്വാധീനം ചെലുത്തി. ലോഫ്റ്റസിന്റെ ആദ്യകാല പഠനങ്ങളിലൊന്ന് മിസ്ഇൻഫർമേഷൻ എഫക്ട് എന്നറിയപ്പെടുന്നതിനെക്കുറിച്ചായിരുന്നു. അവർ നടത്തിയ പരീക്ഷണങ്ങളിൽ പങ്കെടുക്കുന്നവരെ ഒരു ഗതാഗത അപകടത്തിന്റെ വീഡിയോ കാണിച്ചു. പിന്നീട് അവരോട് ആ സംഭവത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിച്ചു. എന്നാൽ ചോദ്യങ്ങളുടെ രീതി വ്യത്യസ്തമായിരുന്നു. ചില ആളുകളോട് കാറുകൾ പരസ്പരം ഇടിച്ചപ്പോൾ എത്ര വേഗത്തിലാണ് പോയത് എന്ന് ചോദിച്ചു. മറ്റു ചിലരോട് കാറുകൾ പരസ്പരം തകർന്നുകയറിയപ്പോൾ എത്ര വേഗത്തിലാണ് പോയത് എന്ന് ചോദിച്ചു. ഇടിച്ചു എന്ന് പറഞ്ഞവരേക്കാൾ വളരെ കൂടുതൽ വേഗത തകർന്നുകയറി എന്ന് പറഞ്ഞവർ കണക്കാക്കി. കൂടാതെ ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും വിളിച്ചുവരുത്തിയപ്പോൾ തകർന്നുകയറി എന്ന വാക്ക് കേട്ടവരിൽ പലരും അപകട സ്ഥലത്ത് ഗ്ലാസ് കഷണങ്ങൾ കണ്ടതായി റിപ്പോർട്ട് ചെയ്തു. യഥാർത്ഥത്തിൽ വീഡിയോയിൽ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും ചോദ്യങ്ങളിൽ ഉപയോഗിച്ച വാക്കുകൾ മാത്രം ആളുകളുടെ ഓർമ്മയെ എങ്ങനെ മാറ്റിമറിക്കുന്നു എന്ന് ഈ പഠനം തെളിയിച്ചു. ലോഫ്റ്റസിന്റെ ഏറ്റവും പ്രശസ്തമായ പഠനം ലോസ്റ്റ് ഇൻ ദ മാൾ എക്സ്പെരിമെന്റ് എന്നറിയപ്പെടുന്നു. ഈ പരീക്ഷണത്തിൽ പങ്കെടുക്കുന്നവരുടെ കുടുംബാംഗങ്ങളുടെ സഹായത്തോടെ അവരുടെ ബാല്യകാലത്തെ 4 സംഭവങ്ങൾ വിവരിച്ചു. അതിൽ 3 യഥാർത്ഥത്തിൽ സംഭവിച്ചവയായിരുന്നു, ഒന്ന് പൂർണ്ണമായും കെട്ടിച്ചമച്ചതും. കെട്ടിച്ചമച്ച സംഭവം പങ്കെടുക്കുന്നയാൾ 5-6 വയസ്സുള്ളപ്പോൾ ഒരു ഷോപ്പിംഗ് മാളിൽ വഴിതെറ്റിപ്പോയി, പിന്നീട് ഒരു പ്രായമായ വ്യക്തി സഹായിച്ച് കുടുംബവുമായി വീണ്ടും ചേർത്തു എന്നതായിരുന്നു. പരീക്ഷണത്തിൽ പങ്കെടുത്തവരോട് ഈ സംഭവങ്ങളെക്കുറിച്ച് ഓർമ്മകൾ തിരിച്ചുവിളിക്കാൻ ആവശ്യപ്പെട്ടു. അതിശയകരമെന്നു പറയട്ടെ, പങ്കെടുത്തവരിൽ 4-1 പങ്ക് ആളുകൾ കെട്ടിച്ചമച്ച മാൾ സംഭവം ഓർക്കുന്നതായി റിപ്പോർട്ട് ചെയ്തു. അവർ വിശദമായ വിവരണങ്ങൾ നൽകി, എന്ത് വസ്ത്രം ധരിച്ചിരുന്നു, എങ്ങനെ തോന്നി, സഹായിച്ച വ്യക്തി എങ്ങനെയായിരുന്നു തുടങ്ങിയവ. യഥാർത്ഥത്തിൽ ഒരിക്കലും സംഭവിക്കാത്ത ഒരു സംഭവത്തിന് വിശദമായ തെറ്റായ ഓർമ്മകൾ സൃഷ്ടിക്കാൻ എത്ര എളുപ്പമാണെന്ന് ഈ പഠനം തെളിയിച്ചു.
ലോഫ്റ്റസും അവരുടെ സഹപ്രവർത്തകരും നടത്തിയ പിന്നീടുള്ള പഠനങ്ങളിൽ അവർ കൂടുതൽ നാടകീയമായ തെറ്റായ ഓർമ്മകൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചു. ബാല്യകാലത്ത് മൃഗങ്ങളാൽ ആക്രമിക്കപ്പെട്ടതായോ ഗുരുതരമായ അപകടങ്ങളിൽ പെട്ടതായോ തെറ്റായ ഓർമ്മകൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞു. ഈ പഠനങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചത് നമ്മുടെ ഓർമ്മകൾ നമ്മൾ വിചാരിക്കുന്നതിലും വളരെ കൂടുതൽ വഴക്കമുള്ളതും മാറ്റത്തിന് വിധേയവുമാണ് എന്നാണ്. മറ്റൊരു പ്രധാന പ്രതിഭാസം ഇമാജിനേഷൻ ഇൻഫ്ലേഷൻ എന്നറിയപ്പെടുന്നു. ഗാറി, മാനിങ്, ലോഫ്റ്റസ്, ഷെർമാൻ എന്നിവർ ചേർന്ന് നടത്തിയ പഠനങ്ങളിൽ കണ്ടെത്തിയത് ഒരു സംഭവം നടന്നതായി കേവലം ഭാവനയിൽ കാണുന്നത് തന്നെ ആ സംഭവം യഥാർത്ഥത്തിൽ സംഭവിച്ചു എന്ന വിശ്വാസം വർദ്ധിപ്പിക്കുന്നു എന്നാണ്. പങ്കെടുക്കുന്നവരോട് അവരുടെ ബാല്യകാലത്തെ വിവിധ സംഭവങ്ങൾ സംഭവിച്ചതായി ഓർക്കുന്നുണ്ടോ എന്ന് ആദ്യം ചോദിച്ചു. പിന്നീട് അവരോട് ചില സംഭവങ്ങൾ നടന്നതായി വിശദമായി ഭാവനയിൽ കാണാൻ ആവശ്യപ്പെട്ടു. 2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും സർവേ നടത്തിയപ്പോൾ ഭാവനയിൽ കണ്ട സംഭവങ്ങൾ യഥാർത്ഥത്തിൽ സംഭവിച്ചു എന്ന വിശ്വാസം ഗണ്യമായി വർദ്ധിച്ചിരുന്നു. ന്യൂറോസയൻസ് മേഖലയിലെ പഠനങ്ങളും ഓർമ്മയുടെ വഴക്കമുള്ള സ്വഭാവം സ്ഥിരീകരിക്കുന്നു. കാരിം നാദർ, ഗ്ലെൻ ഷെയ്ഡ്, ജോസഫ് ലെഡൌക്സ് തുടങ്ങിയവർ നടത്തിയ പഠനങ്ങൾ മെമ്മറി റീകൺസോളിഡേഷൻ എന്ന പ്രതിഭാസം കണ്ടെത്തി. ഒരു ഓർമ്മയെ തിരികെ വിളിക്കുമ്പോൾ അത് താൽക്കാലികമായി ഒരു അസ്ഥിരാവസ്ഥയിൽ പ്രവേശിക്കുന്നു. ഈ അസ്ഥിരാവസ്ഥയിൽ പുതിയ വിവരങ്ങൾ ഓർമ്മയിലേക്ക് സംയോജിപ്പിക്കാവുന്നതാണ്, അല്ലെങ്കിൽ നിലവിലുള്ള ഓർമ്മ മാറ്റിയെഴുതപ്പെടാവുന്നതാണ്. പിന്നീട് ഓർമ്മ വീണ്ടും ദൃഢീകരിക്കപ്പെടുന്നു, എന്നാൽ ഇപ്പോൾ അത് മാറ്റപ്പെട്ട രൂപത്തിലാണ്. ഇത് മൃഗങ്ങളിൽ നടത്തിയ പഠനങ്ങളിലൂടെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. എലികളെ ഒരു പ്രത്യേക ശബ്ദം ഭയപ്പെടാൻ പരിശീലിപ്പിച്ചു. പിന്നീട് ആ ഓർമ്മയെ തിരികെ വിളിച്ചപ്പോൾ ഓർമ്മ ദൃഢീകരണ പ്രക്രിയയെ തടയുന്ന മരുന്നുകൾ നൽകി. ഫലമോ, എലികൾ ആ ഭയം പൂർണ്ണമായും മറന്നു. ഇത് തെളിയിക്കുന്നത് ഓർമ്മകൾ സ്ഥിരമായ റെക്കോർഡിംഗുകൾ അല്ല, മറിച്ച് ഓരോ തവണ വിളിക്കപ്പെടുമ്പോഴും മാറ്റത്തിന് വിധേയമാകുന്നവയാണ് എന്നാണ്. മനുഷ്യരിലും ഇതേ പ്രതിഭാസം നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ ബാധിച്ചവരിൽ ഭയാനകമായ ഓർമ്മകളെ തിരികെ വിളിച്ച് പുനർദൃഢീകരണ പ്രക്രിയയിൽ ഇടപെടുന്നതിലൂടെ ആ ഓർമ്മകളുടെ ഭാവനാത്മക തീവ്രത കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് മാനസിക ആരോഗ്യ ചികിത്സയ്ക്ക് പുതിയ വഴികൾ തുറന്നു തരുന്നുണ്ട്. സോഴ്സ് അന്നീഷ്യ എന്ന പ്രതിഭാസവും വളരെ പ്രധാനപ്പെട്ടതാണ്. മാർസിയ ജോൺസൺ, കരോൾ റെയ്, വില്യം ഹിർസ്റ്റ് തുടങ്ങിയ ഗവേഷകർ നടത്തിയ പഠനങ്ങൾ കാണിച്ചത് നമുക്ക് ഒരു വിവരം ഓർമ്മയുണ്ടായിരിക്കാം, പക്ഷേ ആ വിവരം എവിടെ നിന്ന് ലഭിച്ചു എന്ന് പലപ്പോഴും നമുക്ക് ഓർമ്മയില്ല എന്നാണ്. നമ്മൾ ഒരു ശാസ്ത്ര ജേണലിൽ വായിച്ചതാണോ അതോ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാതെ വരുമ്പോൾ തെറ്റായ വിവരങ്ങളെപ്പോലും സത്യമായി സ്വീകരിക്കാനുള്ള സാധ്യത വർദ്ധിക്കുന്നു. സോഴ്സ് മോണിറ്ററിംഗ് എന്ന പ്രക്രിയയാണ് നമ്മുടെ ഓർമ്മകളുടെ ഉറവിടം തിരിച്ചറിയുന്നത്. ഈ പ്രക്രിയ പരാജയപ്പെടുമ്പോൾ നമ്മൾ സങ്കൽപ്പിച്ചത് യഥാർത്ഥത്തിൽ സംഭവിച്ചതായി തോന്നാം, അല്ലെങ്കിൽ മറ്റൊരാൾ പറഞ്ഞത് നാം തന്നെ പറഞ്ഞതായി ഓർക്കാം. പ്രായമായവരിലും സമ്മർദ്ദത്തിലായവരിലും ശ്രദ്ധ വ്യതിചലിച്ചവരിലും സോഴ്സ് അന്നീഷ്യ കൂടുതലായി കാണപ്പെടുന്നു എന്ന് പഠനങ്ങൾ കാണിക്കുന്നു. റോസി റിട്രോസ്പെക്ഷൻ എന്ന പ്രതിഭാസം വളരെ രസകരമാണ്. ടെറൻസ് മിച്ചൽ, തോംസൺ, പീറ്റേഴ്സൺ, ക്രോണിക് എന്നിവർ ചേർന്ന് നടത്തിയ പഠനങ്ങൾ തെളിയിച്ചത് ഭൂതകാല അനുഭവങ്ങളെ നാം യഥാർത്ഥത്തിൽ അനുഭവിച്ചതിനേക്കാൾ വളരെ പോസിറ്റീവായി ഓർക്കുന്നു എന്നാണ്. ഒരു അവധിക്കാല യാത്രയോ സെമസ്റ്ററോ ജോലിയോ നടക്കുമ്പോൾ പങ്കെടുക്കുന്നവർ തങ്ങളുടെ സംതൃപ്തിയുടെയും സന്തോഷത്തിന്റെയും നിലവാരം ദിനംപ്രതി രേഖപ്പെടുത്തി. മാസങ്ങൾക്ക് ശേഷം അവരോട് ആ അനുഭവം മൊത്തത്തിൽ എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അവർ റിപ്പോർട്ട് ചെയ്ത സന്തോഷ നിലവാരം യഥാർത്ഥത്തിൽ അനുഭവിച്ച ശരാശരി സന്തോഷത്തേക്കാൾ വളരെ ഉയർന്നതായിരുന്നു. ഇതിന് കാരണം നമ്മുടെ മസ്തിഷ്കം മോശം അനുഭവങ്ങളെ വേഗത്തിൽ മറക്കുകയും നല്ല അനുഭവങ്ങളെ കൂടുതൽ കാലം സൂക്ഷിക്കുകയും ചെയ്യുന്നു എന്നതാണ്. ഇത് പരിണാമപരമായി അർത്ഥമുള്ളതാണ്. മോശം അനുഭവങ്ങളെക്കുറിച്ച് നിരന്തരം ചിന്തിച്ചുകൊണ്ടിരുന്നാൽ അത് മാനസിക ആരോഗ്യത്തിന് ഹാനികരമാകും. അതേസമയം നല്ല അനുഭവങ്ങളെ ഓർക്കുന്നത് നമുക്ക് പ്രചോദനവും പ്രത്യാശയും നൽകുന്നു. പി എൻഡ് റൂൾ എന്ന സിദ്ധാന്തം ഡാനിയൽ കാനെമാൻ എന്ന നോബൽ സമ്മാന ജേതാവായ മനഃശാസ്ത്രജ്ഞൻ അവതരിപ്പിച്ചതാണ്. ഒരു അനുഭവത്തെ നാം മൊത്തത്തിൽ എങ്ങനെ വിലയിരുത്തുന്നു എന്നത് ആ അനുഭവത്തിന്റെ ദൈർഘ്യത്തെയോ ശരാശരി തീവ്രതയെയോ അധികം ആശ്രയിക്കുന്നില്ല എന്നാണ് അദ്ദേഹം കണ്ടെത്തിയത്. പകരം 2 പ്രധാന ഘടകങ്ങളാണ് പ്രധാനം: ആ അനുഭവത്തിലെ ഏറ്റവും തീവ്രമായ നിമിഷവും അവസാന നിമിഷവും. കാനെമാന്റെ പ്രശസ്തമായ പരീക്ഷണത്തിൽ പങ്കെടുക്കുന്നവരെ 2 വേദനാജനകമായ അനുഭവങ്ങൾക്ക് വിധേയരാക്കി. കോളനോസ്കോപ്പി പരിശോധനയിലൂടെ കടന്നുപോകുന്ന രോഗികളെ നിരീക്ഷിച്ചു. ഒരു കൂട്ടം രോഗികൾക്ക് സാധാരണ പരിശോധന നടന്നു, അത് വേദനാജനകമായിരുന്നു, പക്ഷേ താരതമ്യേന ചെറിയ സമയം നീണ്ടുനിന്നു. മറ്റൊരു കൂട്ടം രോഗികൾക്ക് കൂടുതൽ സമയം നീണ്ടുനിന്ന പരിശോധന നടന്നു, എന്നാൽ അവസാനം വേദന കുറഞ്ഞ് അവസാനിച്ചു. പിന്നീട് രോഗികളോട് അവരുടെ അനുഭവം എത്ര മോശമായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ കൂടുതൽ നേരം വേദന അനുഭവിച്ചവർ എന്നാൽ അത് സൗമ്യമായി അവസാനിച്ചവർ മൊത്തത്തിൽ അനുഭവം കുറച്ച് മോശമായി വിലയിരുത്തി. യഥാർത്ഥത്തിൽ അവർ കൂടുതൽ വേദന അനുഭവിച്ചിട്ടും അവസാനത്തെ സൗമ്യമായ നിമിഷങ്ങൾ അവരുടെ മൊത്തത്തിലുള്ള ഓർമ്മയെ മെച്ചപ്പെടുത്തി. ഈ പഠനം ഡ്യൂറേഷൻ നെഗ്ലെക്ട് എന്ന പ്രതിഭാസം തെളിയിക്കുന്നു. അനുഭവത്തിന്റെ ദൈർഘ്യം നമ്മുടെ ഓർമ്മയിൽ വലിയ പങ്കുവഹിക്കുന്നില്ല. ഫ്ലാഷ്ബൾബ് മെമ്മറീസ് എന്ന പ്രതിഭാസവും വളരെ രസകരമാണ്.
റോജർ ബ്രൗൺ, ജെയിംസ് കുളിക്ക് എന്നിവർ ആദ്യമായി വിവരിച്ച ഈ പ്രതിഭാസം വളരെ ഞെട്ടിക്കുന്നതോ വികാരാധീനമോ ആയ സംഭവങ്ങളെക്കുറിച്ചുള്ള വളരെ വിശദവും ഉജ്ജ്വലവുമായ ഓർമ്മകളെ സൂചിപ്പിക്കുന്നു. ഉദാഹരണത്തിന്, പലർക്കും സെപ്റ്റംബർ 11 എവിടെയായിരുന്നു, എന്ത് ചെയ്തുകൊണ്ടിരുന്നു എന്ന് വളരെ വ്യക്തമായി ഓർമ്മയുണ്ടാകും. എന്നാൽ പിന്നീടുള്ള പഠനങ്ങൾ, പ്രത്യേകിച്ച് വില്യം ഹിർസ്റ്റ്, എലിസബത്ത് ഫെൽപ്സ്, റാൻഡി ബക്നർ തുടങ്ങിയവർ നടത്തിയ ദീർഘകാല പഠനങ്ങൾ കാണിച്ചത്, ഫ്ലാഷ്ബൾബ് ഓർമ്മകൾ വളരെ ഉജ്ജ്വലവും ആത്മവിശ്വാസപൂർണവുമാണെങ്കിലും അവയും സമയത്തിനനുസരിച്ച് മാറുകയും തെറ്റുകൾ പ്രവേശിക്കുകയും ചെയ്യുന്നു എന്നാണ്. സെപ്റ്റംബർ 11-നെക്കുറിച്ച് ആളുകൾ ആദ്യം റിപ്പോർട്ട് ചെയ്ത ഓർമ്മകളും വർഷങ്ങൾക്ക് ശേഷം അവർ പറഞ്ഞ ഓർമ്മകളും തമ്മിൽ ഗണ്യമായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. എന്നിരുന്നാലും, ആളുകൾക്ക് അവരുടെ ഓർമ്മകളുടെ കൃത്യതയിൽ വളരെ ഉറപ്പായിരുന്നു. ഇത് തെളിയിക്കുന്നത് വൈകാരിക തീവ്രതയും ആത്മവിശ്വാസവും ഓർമ്മയുടെ കൃത്യതയുടെ നല്ല സൂചകങ്ങളല്ല എന്നാണ്. നിങ്ങൾക്ക് എത്ര ഉറപ്പായിരുന്നാലും നിങ്ങളുടെ ഓർമ്മയ്ക്ക് തെറ്റുപറ്റാം. ക്രിപ്റ്റോംനീഷ്യ എന്ന പ്രതിഭാസവും വളരെ രസകരമാണ്. ഇത് അബോധാവസ്ഥയിലുള്ള കോപ്പിയടി എന്ന് വിളിക്കാം. ഒരാൾ മുമ്പ് കേട്ടതോ വായിച്ചതോ ആയ ഒരു ആശയം മറന്നുപോകുന്നു, പിന്നീട് അത് സ്വന്തം യഥാർത്ഥ സൃഷ്ടി എന്ന് കരുതി പുനർനിർമ്മിക്കുന്നു. അലൻ ബ്രൗൺ, ഡൊണാൾഡ് മർഫി തുടങ്ങിയവർ നടത്തിയ പഠനങ്ങൾ കാണിച്ചത്, സൃഷ്ടിപരമായ പ്രവർത്തനങ്ങളിൽ ക്രിപ്റ്റോംനീഷ്യ വളരെ സാധാരണമാണ് എന്നാണ്. പരീക്ഷണത്തിൽ പങ്കെടുക്കുന്നവരെ ഗ്രൂപ്പുകളായി തിരിച്ച് ബ്രെയിൻസ്റ്റോമിംഗ് സെഷനുകൾ നടത്തി. എല്ലാവരും വിവിധ ആശയങ്ങൾ പങ്കുവച്ചു. ഒരാഴ്ച കഴിഞ്ഞ് അവരോട് പുതിയ ആശയങ്ങൾ സൃഷ്ടിക്കാൻ ആവശ്യപ്പെട്ടു. പങ്കെടുത്തവരിൽ പലരും മുമ്പത്തെ സെഷനിൽ മറ്റുള്ളവർ പറഞ്ഞ ആശയങ്ങൾ സ്വന്തമായി അവതരിപ്പിച്ചു, അത് മറ്റുള്ളവരുടേതായിരുന്നു എന്ന് തിരിച്ചറിയാതെ. ഇത് കാണിക്കുന്നത് നമ്മുടെ സൃഷ്ടിപരമായ ആശയങ്ങൾ പോലും എപ്പോഴും പൂർണ്ണമായും യഥാർത്ഥമല്ലായിരിക്കാം, മറിച്ച് മറന്നുപോയ സ്രോതസ്സുകളിൽ നിന്നുള്ള പുനർനിർമ്മാണങ്ങൾ ആയിരിക്കാം എന്നാണ്. ചൈൽഡ് വിറ്റ്നസ് മെമ്മറി എന്ന മേഖലയിലുള്ള പഠനങ്ങൾ വളരെ പ്രധാനപ്പെട്ടവയാണ്. സ്റ്റീഫൻ സെസി, മാഗി ബ്രെക്ക് തുടങ്ങിയ ഗവേഷകർ നടത്തിയ പഠനങ്ങൾ കാണിക്കുന്നത് കുട്ടികളുടെ ഓർമ്മകൾ മുതിർന്നവരേക്കാൾ കൂടുതൽ സൂചനകൾക്ക് വിധേയമാണ് എന്നാണ്. പ്രത്യേകിച്ചും ആവർത്തിച്ചുള്ള സൂചനാത്മകമായ ചോദ്യങ്ങൾ കുട്ടികളിൽ തെറ്റായ ഓർമ്മകൾ സൃഷ്ടിക്കാൻ വളരെ എളുപ്പമാണ്. സെസി നടത്തിയ ഒരു പ്രശസ്ത പരീക്ഷണത്തിൽ കുട്ടികളോട് ആവർത്തിച്ച് ഒരു കെട്ടിച്ചമച്ച സംഭവം സംഭവിച്ചതായി ചോദിച്ചു. തുടക്കത്തിൽ കുട്ടികൾ അത് നടന്നില്ല എന്ന് പറഞ്ഞു. എന്നാൽ ആഴ്ചകളോളം ആവർത്തിച്ച് ചോദിച്ചപ്പോൾ പലരും വിശദമായ വിവരണങ്ങളുമായി ആ സംഭവം നടന്നതായി വിശ്വസിക്കാൻ തുടങ്ങി. ഇത് കുട്ടികളുടെ സാക്ഷ്യത്തെ ആശ്രയിക്കുന്ന നിയമ കേസുകളിൽ വളരെ പ്രധാനപ്പെട്ട പ്രത്യാഘാതങ്ങളുണ്ടാക്കി. കൺഫാബുലേഷൻ എന്ന പ്രതിഭാസം തലച്ചോറിന് പരിക്കേറ്റവരിലും ചില ന്യൂറോളജിക്കൽ അവസ്ഥകളിലും കാണപ്പെടുന്നു. എന്നാൽ സാധാരണ ആളുകളിലും ഇത് സൂക്ഷ്മ രൂപത്തിൽ സംഭവിക്കുന്നു. കൺഫാബുലേഷൻ എന്നാൽ ഓർമ്മയിലെ വിടവുകൾ അബോധാവസ്ഥയിൽ കെട്ടിച്ചമച്ച വിവരങ്ങൾ കൊണ്ട് നിറയ്ക്കുക എന്നാണ്. ആളുകൾ മനഃപൂർവ്വം കള്ളം പറയുകയല്ല, മറിച്ച് തങ്ങളുടെ കഥയിലെ വിടവുകൾ യുക്തിസഹമായി നിറക്കാൻ മസ്തിഷ്കം ശ്രമിക്കുകയാണ്. മൈക്കൽ ഗാസാനിഗയുടെ സ്പ്ലിറ്റ് ബ്രെയിൻ പരീക്ഷണങ്ങൾ കൺഫാബുലേഷൻ പ്രക്രിയയെക്കുറിച്ച് അതിശയകരമായ ഉൾക്കാഴ്ചകൾ നൽകി. മസ്തിഷ്കത്തിന്റെ 2 അർദ്ധഗോളങ്ങളും ശസ്ത്രക്രിയയിലൂടെ വേർതിരിച്ച രോഗികളിൽ ഇടത് അർദ്ധഗോളം, വലത് അർദ്ധഗോളത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് യുക്തിസഹമായ വിശദീകരണങ്ങൾ കെട്ടിച്ചമക്കുന്നത് കാണാൻ കഴിഞ്ഞു. നമ്മുടെ മസ്തിഷ്കത്തിന് സ്ഥിരയുള്ള ഒരു ആഖ്യാനം സൃഷ്ടിക്കേണ്ട ഒരു ആവശ്യമുണ്ട്, അതിനായി വിടവുകൾ നിറക്കാൻ അത് തയ്യാറാണ്. എൻകോഡിംഗ് സ്പെസിഫിസിറ്റി പ്രിൻസിപ്പിൾ എന്നത് ടൾവിംഗും തോംസണും അവതരിപ്പിച്ച ഒരു സിദ്ധാന്തമാണ്. ഓർമ്മ സൃഷ്ടിക്കപ്പെടുമ്പോഴുള്ള സന്ദർഭവും ആ ഓർമ്മയെ തിരികെ വിളിക്കുമ്പോഴുള്ള സന്ദർഭവും തമ്മിൽ സാദൃശ്യമുണ്ടെങ്കിൽ ഓർമ്മ വീണ്ടെടുക്കൽ എളുപ്പമാകുന്നു എന്നാണ് ഈ സിദ്ധാന്തം. ഗോർഡൻ, ബ്രെഡ്ലി എന്നിവരുടെ പ്രശസ്തമായ പരീക്ഷണത്തിൽ വെള്ളത്തിനടിയിലും കരയിലും വാക്കുകൾ പഠിപ്പിച്ചു. വെള്ളത്തിനടിയിൽ പഠിച്ചവർ അതേ പരിതസ്ഥിതിയിൽ നന്നായി ഓർത്തെടുത്തു, കരയിൽ പഠിച്ചവർ കരയിൽ നന്നായി ഓർത്തെടുത്തു. ഇത് വ്യാഖ്യാനിക്കുന്നത് എന്തുകൊണ്ട് നമുക്ക് ചിലപ്പോൾ ഒരു പ്രത്യേക സ്ഥലത്ത് പോയാൽ മാത്രമേ ചില ഓർമ്മകൾ തിരികെ വരൂ എന്നാണ്. പഴയ സ്കൂളിൽ പോയാൽ കുട്ടിക്കാലത്തെ ഓർമ്മകൾ പെട്ടെന്ന് തിരികെ വരുന്നത് ഇതുകൊണ്ടാണ്. സ്റ്റേറ്റ് ഡിപെൻഡന്റ് മെമ്മറി എന്നതും സമാനമായ ഒരു പ്രതിഭാസമാണ്. നമ്മുടെ ആന്തരിക അവസ്ഥ, വികാരാവസ്ഥയോ ശാരീരികാവസ്ഥയോ ഓർമ്മ വീണ്ടെടുക്കലിനെ സ്വാധീനിക്കുന്നു. സന്തോഷമുള്ളപ്പോൾ സന്തോഷകരമായ ഓർമ്മകൾ എളുപ്പത്തിൽ തിരികെ വരുന്നു, സങ്കടമുള്ളപ്പോൾ സങ്കടകരമായ ഓർമ്മകൾ എളുപ്പത്തിൽ തിരികെ വരുന്നു. ഇത് ബോവറിന്റെ മൂഡ് കോൺഗ്രുവൻസി തിയറി വഴി വിശദീകരിക്കപ്പെടുന്നു. നമ്മുടെ വികാരാവസ്ഥയും ഓർമ്മയും പരസ്പരം സ്വാധീനിക്കുന്നു എന്ന് ഈ സിദ്ധാന്തം പറയുന്നു. ബോവറും മറ്റുള്ളവരും നടത്തിയ പരീക്ഷണങ്ങളിൽ ഹിപ്നോസിസ് വഴി പങ്കെടുക്കുന്നവരുടെ മൂഡ് മാറ്റി. സന്തോഷകരമായ മൂഡിൽ വിവരങ്ങൾ പഠിച്ചു. പിന്നീട് സന്തോഷകരമായ മൂഡിൽ ആയിരിക്കുമ്പോൾ ആ വിവരങ്ങൾ കൂടുതൽ നന്നായി ഓർത്തെടുക്കാൻ കഴിഞ്ഞു. ഇത് വിഷാദരോഗികളിൽ എന്തുകൊണ്ട് നെഗറ്റീവ് ചിന്തകൾ ഒരു വിഷചക്രം സൃഷ്ടിക്കുന്നു എന്ന് വിശദീകരിക്കാൻ സഹായിക്കുന്നു. സങ്കടകരമായ അവസ്ഥയിൽ സങ്കടകരമായ ഓർമ്മകൾ കൂടുതൽ എളുപ്പത്തിൽ തിരികെ വരുന്നു, അത് വീണ്ടും സങ്കടം ആഴത്തിലാക്കുന്നു. വർക്കിംഗ് മെമ്മറി എന്ന ആശയം അലൻ ബാഡലിയും ഗ്രഹാം ഹിച്ചും വികസിപ്പിച്ചതാണ്. വർക്കിംഗ് മെമ്മറി എന്നത് നമുക്ക് നിമിഷങ്ങളോളം മാത്രം വിവരങ്ങൾ സൂക്ഷിക്കാനും കൈകാര്യം ചെയ്യാനും കഴിയുന്ന മസ്തിഷ്ക സംവിധാനമാണ്. ഇത് ഏകദേശം 3 മുതൽ 7 വരെ ഇനങ്ങൾ ഒരേസമയം സൂക്ഷിക്കാൻ കഴിയും എന്ന് ഗവേഷണങ്ങൾ കാണിക്കുന്നു.
ഈ പരിമിതി കാരണം നമ്മൾ അനുഭവിക്കുന്ന എല്ലാം ദീർഘകാല ഓർമ്മയായി മാറുന്നില്ല. വർക്കിംഗ് മെമ്മറിയിൽ നിന്ന് ദീർഘകാല ഓർമ്മയിലേക്ക് കൈമാറ്റം നടക്കുമ്പോൾ തന്നെ വിവരങ്ങൾ മാറ്റപ്പെടാം, ലളിതവൽക്കരിക്കപ്പെടാം. കൺസോളിഡേഷൻ പ്രക്രിയയും വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു അനുഭവം നടന്ന ഉടനെ അത് ദീർഘകാല ഓർമ്മയാകുന്നില്ല. മണിക്കൂറുകളോ ദിവസങ്ങളോ എടുക്കുന്ന ഒരു പ്രക്രിയയാണ് കൺസോളിഡേഷൻ. ഈ സമയത്ത് ഓർമ്മ അസ്ഥിരമാണ്, എളുപ്പത്തിൽ തടസ്സപ്പെടാം. ഉറക്കം ഈ പ്രക്രിയയിൽ നിർണായക പങ്ക് വഹിക്കുന്നു എന്ന് മാത്യു വാക്കർ, റോബർട്ട് സ്റ്റിക്ഗോൾഡ് തുടങ്ങിയവരുടെ പഠനങ്ങൾ കാണിക്കുന്നു. ഉറക്കത്തിൽ മസ്തിഷ്കം ദിവസത്തിലെ അനുഭവങ്ങൾ പ്രോസസ്സ് ചെയ്ത് ദീർഘകാല ഓർമ്മകളാക്കി മാറ്റുന്നു. ഈ പ്രക്രിയയിൽ തന്നെ ചില വിവരങ്ങൾ ഊന്നിപ്പറയപ്പെടുന്നു, ചിലത് ദുർബലമാക്കപ്പെടുന്നു. സ്ലീപ്പ് ഡിപ്രിവേഷൻ പഠനങ്ങൾ കാണിക്കുന്നത് മതിയായ ഉറക്കം കിട്ടാത്തപ്പോൾ പുതിയ ഓർമ്മകൾ സൃഷ്ടിക്കാനുള്ള കഴിവ് ഗണ്യമായി കുറയുന്നു എന്നാണ്. കൂടാതെ ഉറക്കക്കുറവ് നിലവിലുള്ള ഓർമ്മകളെയും ബാധിക്കുന്നു, തെറ്റായ ഓർമ്മകൾ സൃഷ്ടിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. ട്രാൻസിയൻസ് എന്നത് ഓർമ്മയുടെ സ്വാഭാവികമായ ക്ഷയം സൂചിപ്പിക്കുന്നു. ഹെർമൻ എബിംഗ്ഹൗസ് 19-ാം നൂറ്റാണ്ടിൽ തന്നെ ഇതിനെക്കുറിച്ച് വിപുലമായ പഠനങ്ങൾ നടത്തി. അദ്ദേഹം കണ്ടെത്തിയത് ഫോർഗെറ്റിംഗ് കർവ് എന്നറിയപ്പെടുന്നു. പുതിയ വിവരങ്ങൾ പഠിച്ചതിന് ശേഷം ആദ്യത്തെ കുറച്ച് മണിക്കൂറുകളിലോ ദിവസങ്ങളിലോ വളരെ വേഗത്തിൽ മറക്കൽ സംഭവിക്കുന്നു. പിന്നീട് മറക്കലിന്റെ നിരക്ക് കുറയുന്നു. എന്നാൽ ആവർത്തിച്ചുള്ള റിവിഷൻ ഈ പ്രക്രിയയെ മന്ദഗതിയിലാക്കാൻ കഴിയും. സ്പേസ്ഡ് റിപ്പറ്റീഷൻ എന്ന പഠന രീതി ഈ ഗവേഷണങ്ങളെ അടിസ്ഥാനമാക്കിയാണ് വികസിപ്പിച്ചത്. വിവരങ്ങൾ വർദ്ധിച്ചുവരുന്ന ഇടവേളകളിൽ ആവർത്തിക്കുന്നത് ദീർഘകാല നിലനിർത്തലിന് ഏറ്റവും ഫലപ്രദമാണ് എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ബ്ലോക്കിംഗ് എന്ന പ്രതിഭാസം ടിപ്പ് ഓഫ് ദ ടങ് അനുഭവം സൃഷ്ടിക്കുന്നു. നമുക്കറിയാം നമുക്ക് ഒരു വിവരം അറിയാമെന്ന്, പക്ഷേ ആ നിമിഷത്തിൽ അത് തിരികെ വിളിക്കാൻ കഴിയുന്നില്ല. ഡെബോറ ബർക്ക്, ഡൊണാൾഡ് മക്കേ തുടങ്ങിയവരുടെ പഠനങ്ങൾ കാണിക്കുന്നത് പ്രത്യേകിച്ച് പേരുകൾ, പദങ്ങൾ തുടങ്ങിയവയിൽ ബ്ലോക്കിംഗ് സാധാരണമാണ് എന്നാണ്. പ്രായമാകുമ്പോൾ ഈ പ്രതിഭാസം വർദ്ധിക്കുന്നു. അബ്സെന്റ് മൈൻഡ്നെസ് എന്നത് ശ്രദ്ധക്കുറവ് മൂലമുള്ള ഓർമ്മ പരാജയമാണ്. നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ മറ്റൊന്നിനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ആ അനുഭവം ശരിയായി എൻകോഡ് ചെയ്യപ്പെടില്ല. ഡാനിയൽ ഷാക്ടർ, ഡാനിയൽ ഗിൽബർട്ട് തുടങ്ങിയവരുടെ പഠനങ്ങൾ കാണിക്കുന്നത് മൾട്ടിടാസ്കിംഗ് ഓർമ്മ രൂപീകരണത്തെ ഗുരുതരമായി ബാധിക്കുന്നു എന്നാണ്. നമ്മൾ ഒരേസമയം നിരവധി കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ യഥാർത്ഥത്തിൽ യാതൊന്നും ശരിയായി ചെയ്യുന്നില്ല, ഓർമ്മയിലും സംഭരിക്കുന്നില്ല. പെർസിസ്റ്റൻസ് എന്നത് നമ്മൾ മറക്കാൻ ആഗ്രഹിക്കുന്ന ഓർമ്മകൾ നിലനിൽക്കുന്ന പ്രതിഭാസമാണ്. പ്രത്യേകിച്ച് ട്രോമാറ്റിക് അനുഭവങ്ങൾ പലപ്പോഴും വളരെ വിശദമായും തീവ്രമായും ഓർമ്മയിൽ നിലനിൽക്കുന്നു. ജെയിംസ് മക്ഗൂഗ്, ലാറി കഹിൽ തുടങ്ങിയവരുടെ പഠനങ്ങൾ കാണിക്കുന്നത് വൈകാരികമായി ഉദ്വേഗജനകമായ അനുഭവങ്ങൾ അമിഗ്ഡാലയെ സജീവമാക്കുന്നു എന്നാണ്. അമിഗ്ഡാല ഹിപ്പോകാമ്പസുമായി ഇടപെട്ട് ആ ഓർമ്മകളെ കൂടുതൽ ശക്തമായി എൻകോഡ് ചെയ്യുന്നു. ഇത് പരിണാമപരമായി അർത്ഥമുള്ളതാണ്. അപകടകരമായ അനുഭവങ്ങൾ ഓർമ്മിക്കുന്നത് അതേ സാഹചര്യം ഒഴിവാക്കാൻ സഹായിക്കും. എന്നാൽ ആധുനിക ജീവിതത്തിൽ ഇത് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ പോലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കാം. മെമ്മറി റിപ്രഷൻ എന്ന ആശയം വളരെ വിവാദപരമാണ്. സിഗ്മണ്ട് ഫ്രോയിഡ് അവതരിപ്പിച്ച ഈ ആശയം പറയുന്നത് വളരെ ട്രോമാറ്റിക് അനുഭവങ്ങൾ അബോധാവസ്ഥയിലേക്ക് അടിച്ചമർത്തപ്പെടാം എന്നാണ്. പിന്നീട് തെറാപ്പി വഴി ഈ അടിച്ചമർത്തപ്പെട്ട ഓർമ്മകൾ വീണ്ടെടുക്കാമെന്നും വിശ്വസിച്ചിരുന്നു. എന്നാൽ ആധുനിക ഗവേഷണം ഇതിനെ വളരെ സംശയത്തോടെയാണ് കാണുന്നത്. റിക്കവേർഡ് മെമ്മറി വിവാദം എന്നത് 20-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ഒരു പ്രധാന ചർച്ചാവിഷയമായിരുന്നു. ചില തെറാപ്പിസ്റ്റുകൾ സൂചനാത്മക രീതികൾ ഉപയോഗിച്ച് രോഗികളിൽ കുട്ടിക്കാലത്തെ പീഡനത്തിന്റെ ഓർമ്മകൾ ഉണർത്താൻ ശ്രമിച്ചു. പലപ്പോഴും ഈ ഓർമ്മകൾ യഥാർത്ഥത്തിൽ തെറ്റായവയായിരുന്നു, എന്നാൽ രോഗികൾക്കും കുടുംബങ്ങൾക്കും വലിയ ആഘാതം സൃഷ്ടിച്ചു. എലിസബത്ത് ലോഫ്റ്റസ്, റിച്ചാർഡ് മക്നാലി തുടങ്ങിയവർ ഈ മേഖലയിൽ വിപുലമായ പഠനങ്ങൾ നടത്തി. മക്നാലിയുടെ പഠനങ്ങൾ കാണിച്ചത് തെറാപ്പിയിൽ വീണ്ടെടുത്തതായി പറയുന്ന പല ഓർമ്മകളിലും സ്ഥിരമായ പാറ്റേണുകൾ കാണാമെന്നും അവ തെറ്റായ ഓർമ്മകളുടെ സവിശേഷതകൾ കാണിക്കുന്നുണ്ടെന്നുമാണ്. എന്നാൽ യഥാർത്ഥ പീഡനത്തിന്റെ ഓർമ്മകൾ അടിച്ചമർത്തപ്പെടാമോ എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരമില്ല. മിക്ക ശാസ്ത്രജ്ഞരും ഇന്ന് സമ്മതിക്കുന്നത് ചില സന്ദർഭങ്ങളിൽ ട്രോമാറ്റിക് അനുഭവങ്ങൾ മറക്കപ്പെടാം, എന്നാൽ പൂർണ്ണമായ അടിച്ചമർത്തൽ അസാധാരണമാണെന്നും തെറാപ്പി സാഹചര്യങ്ങളിൽ തെറ്റായ ഓർമ്മകൾ സൃഷ്ടിക്കാൻ വളരെ എളുപ്പമാണെന്നുമാണ്. ഫോട്ടോഗ്രാഫിക് മെമ്മറി അല്ലെങ്കിൽ ഈറ്റിക് മെമ്മറി എന്ന ആശയവും പരിശോധിക്കപ്പെട്ടിട്ടുണ്ട്. സാധാരണ വിശ്വാസത്തിന് വിരുദ്ധമായി യഥാർത്ഥ ഫോട്ടോഗ്രാഫിക് മെമ്മറി വളരെ അപൂർവമോ അസ്തിത്വമില്ലാത്തതോ ആണെന്ന് ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നു. ചാൾസ് സ്ട്രോമേയർ, റാൽഫ് ഹേബർ തുടങ്ങിയവർ നടത്തിയ കർശനമായ പഠനങ്ങളിൽ ദൃശ്യങ്ങൾ അതേപടി സൂക്ഷിക്കാനുള്ള കഴിവ് വളരെ പരിമിതമാണെന്ന് കണ്ടെത്തി. എന്നാൽ ചില ആളുകൾക്ക് അസാധാരണമായ ഓർമ്മശേഷിയുണ്ടെന്നത് സത്യമാണ്. ഹൈപ്പർതൈമസ്റ്റിക് സിൻഡ്രോം അല്ലെങ്കിൽ HSM എന്ന അവസ്ഥയുള്ളവർക്ക് അവരുടെ ജീവിതത്തിലെ മിക്കവാറും എല്ലാ ദിവസങ്ങളെയും വിശദമായി ഓർക്കാൻ കഴിയും. ജെയിംസ് മക്ഗൂഗ്, എലിസബത്ത് പാർക്കർ തുടങ്ങിയവർ ഈ അവസ്ഥയെക്കുറിച്ച് പഠിച്ചു. എന്നാൽ ഇത് എല്ലായ്പ്പോഴും ഒരു അനുഗ്രഹമല്ലെന്ന് കണ്ടെത്തി. അവർക്ക് മോശം അനുഭവങ്ങളും വിശദമായി ഓർമ്മയുണ്ട്, അത് വൈകാരികമായി ബുദ്ധിമുട്ടാകാം. സെമാൻറ്റിക് മെമ്മറിയും എപ്പിസോഡിക് മെമ്മറിയും തമ്മിലുള്ള വ്യത്യാസം എൻഡൽ ടൾവിംഗ് വിശദീകരിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്.
സെമാന്റിക് മെമ്മറി എന്നത് വസ്തുതകളും ആശയങ്ങളും സംബന്ധിച്ച ഓർമ്മയാണ്. പാരീസ് ഫ്രാൻസിന്റെ തലസ്ഥാനമാണ് എന്നറിയുന്നത് സെമാന്റിക് മെമ്മറിയാണ്. എപ്പിസോഡിക് മെമ്മറി എന്നത് വ്യക്തിപരമായ അനുഭവങ്ങളുടെ ഓർമ്മയാണ്. നിങ്ങൾ പാരീസിൽ സന്ദർശിച്ച ആദ്യ ദിവസത്തെക്കുറിച്ചുള്ള ഓർമ്മ എപ്പിസോഡിക് മെമ്മറിയാണ്. രസകരമെന്നു പറയട്ടെ, സെമാന്റിക് മെമ്മറി സാധാരണയായി എപ്പിസോഡിക് മെമ്മറിയേക്കാൾ കൂടുതൽ സ്ഥിരതയുള്ളതാണ്. നമുക്ക് ഒരു വസ്തുത എവിടെ നിന്ന് പഠിച്ചുവെന്ന് മറക്കാം, എന്നാൽ ആ വസ്തുത തന്നെ ഓർമ്മയിൽ നിലനിൽക്കും. എപ്പിസോഡിക് മെമ്മറി കൂടുതൽ വിശദാംശ സമ്പന്നമാണ്, എന്നാൽ കൂടുതൽ വഴക്കവും മാറ്റത്തിന് വിധേയവുമാണ്. പ്രോസ്പെക്റ്റീവ് മെമ്മറി എന്നത് ഭാവിയിൽ എന്തെങ്കിലും ചെയ്യാനുള്ള ഓർമ്മയാണ്. മാർക്ക് മക്ഡാനിയൽ, ഗില്ലസ് ഐൻസ്റ്റീൻ തുടങ്ങിയവരുടെ പഠനങ്ങൾ കാണിക്കുന്നത് പ്രോസ്പെക്റ്റീവ് മെമ്മറി പലപ്പോഴും ബുദ്ധിമുട്ടുള്ളതാണ് എന്നാണ്. മരുന്ന് കഴിക്കാൻ മറക്കുക, മീറ്റിംഗ് മറക്കുക തുടങ്ങിയവ ദൈനംദിന ജീവിതത്തിൽ സാധാരണമാണ്. ഇത് റിട്രോസ്പെക്റ്റീവ് മെമ്മറിയേക്കാൾ, അതായത് ഭൂതകാലത്തെക്കുറിച്ചുള്ള ഓർമ്മയേക്കാൾ പരാജയപ്പെടാൻ കൂടുതൽ സാധ്യതയുള്ളതാണ്. അറ്റൻഷണൽ ബ്ലിങ്ക് എന്ന പ്രതിഭാസവും ഓർമ്മയെ ബാധിക്കുന്നു. റെയ്മണ്ട്, ഷാപ്പിറോ, ആർനെൽ തുടങ്ങിയവരുടെ പഠനങ്ങൾ കാണിക്കുന്നത് വളരെ വേഗത്തിൽ അവതരിപ്പിക്കപ്പെടുന്ന വിവരങ്ങളിൽ നമ്മുടെ ശ്രദ്ധ ഒരു ലക്ഷ്യത്തിൽ കേന്ദ്രീകരിച്ചാൽ ഉടൻ തൊട്ടുപിന്നാലെ വരുന്ന മറ്റൊന്ന് നഷ്ടപ്പെടാം എന്നാണ്. ഈ ചെറിയ ശ്രദ്ധ വിടവ് മൂലം പ്രധാനപ്പെട്ട വിവരങ്ങൾ നമ്മുടെ ഓർമ്മയിൽ എത്തുന്നില്ല. ചേഞ്ച് ബ്ലൈൻഡ്നെസ് എന്ന പ്രതിഭാസം കൂടുതൽ അതിശയിപ്പിക്കുന്നതാണ്. ഡാനിയേൽ സൈമൺസ്, ഡാനിയേൽ ലെവിൻ തുടങ്ങിയവർ നടത്തിയ പ്രശസ്ത പരീക്ഷണങ്ങളിൽ ഒരു ദൃശ്യത്തിലെ വലിയ മാറ്റങ്ങൾ പോലും ആളുകൾ ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ടെത്തി. ഏറ്റവും പ്രശസ്തമായ പരീക്ഷണത്തിൽ ഒരാൾ മറ്റൊരാളോട് വഴി ചോദിക്കുന്നു. സംഭാഷണത്തിനിടയിൽ രണ്ട് ആളുകൾ അവരുടെ ഇടയിലൂടെ ഒരു വാതിൽ എടുത്തുകൊണ്ട് കടന്നുപോകുന്നു. ആ നിമിഷത്തിൽ വഴി ചോദിച്ച വ്യക്തി പൂർണ്ണമായും മറ്റൊരാളായി മാറുന്നു. അവിശ്വസനീയമെന്നു പറയട്ടെ, പകുതിയോളം പേർ ഈ മാറ്റം ശ്രദ്ധിച്ചില്ല. ഇത് കാണിക്കുന്നത് നമ്മുടെ ദൃശ്യ ഓർമ്മ നമ്മൾ വിചാരിക്കുന്നത്ര വിശദമല്ല എന്നാണ്. നമ്മുടെ മസ്തിഷ്കം ലോകത്തിന്റെ ഒരു പൂർണ്ണമായ റെപ്രസെന്റേഷൻ സൃഷ്ടിക്കുന്നില്ല, മറിച്ച് പ്രധാനപ്പെട്ടതായി തോന്നുന്ന വിശദാംശങ്ങൾ മാത്രമാണ് സൂക്ഷിക്കുന്നത്. ബാക്കിയുള്ളത് ആവശ്യമുള്ളപ്പോൾ നിർമ്മിക്കുന്നു. ഇനറ്റൻഷണൽ ബ്ലൈൻഡ്നെസ് എന്നത് സൈമൺസും ചാബ്രിസും നടത്തിയ ഗൊറില്ല പരീക്ഷണത്തിലൂടെ പ്രശസ്തമായി. വീഡിയോയിൽ രണ്ട് ടീമുകൾ ബാസ്കറ്റ്ബോൾ കൈമാറുന്നു. പങ്കെടുക്കുന്നവരോട് ഒരു ടീം എത്ര തവണ പാസ് ചെയ്തു എന്ന് എണ്ണാൻ ആവശ്യപ്പെടുന്നു. പാസുകൾ എണ്ണുന്നതിൽ മുഴുകിയിരിക്കുമ്പോൾ ഒരു വ്യക്തി ഗൊറില്ല വേഷം ധരിച്ച് സ്ക്രീനിലൂടെ നടന്നുപോകുന്നു, നെഞ്ചടിച്ച് നിൽക്കുകയും ചെയ്യുന്നു. പകുതിയോളം പേർ ഗൊറില്ലയെ കാണുന്നില്ല. നമ്മുടെ ശ്രദ്ധ ഒരു കാര്യത്തിൽ കേന്ദ്രീകരിച്ചിരിക്കുമ്പോൾ വളരെ സ്പഷ്ടമായ മറ്റ് കാര്യങ്ങൾ പോലും നമുക്ക് നഷ്ടപ്പെടാം. ഈ കണ്ടെത്തലുകൾക്ക് യഥാർത്ഥ ലോക പ്രത്യാഘാതങ്ങളുണ്ട്. ഉദാഹരണത്തിന്, കാർ ഡ്രൈവിംഗിൽ ഡ്രൈവർമാർ പലപ്പോഴും സൈക്കിളുകാരെയോ കാൽനടയാത്രക്കാരെയോ കാണുന്നില്ല, കാരണം അവരുടെ ശ്രദ്ധ മറ്റു വാഹനങ്ങളിലാണ്. ഐവിറ്റ്നസ് ടെസ്റ്റിമണിയുടെ വിശ്വാസ്യതയെയും ഇത് ചോദ്യം ചെയ്യുന്നു. മെമ്മറി കംപ്രഷൻ എന്ന സങ്കല്പവും രസകരമാണ്. നമ്മുടെ മസ്തിഷ്കം എല്ലാ വിശദാംശങ്ങളും സൂക്ഷിക്കുന്നില്ല, പകരം ഒരു കംപ്രസ്ഡ് വേർഷൻ സൃഷ്ടിക്കുന്നു. കമ്പ്യൂട്ടർ ഫയലുകൾ സിബ് ചെയ്യുന്നത് പോലെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ സൂക്ഷിച്ച് ബാക്കി ഉപേക്ഷിക്കുന്നു. പിന്നീട് ആ ഓർമ്മയെ തിരികെ വിളിക്കുമ്പോൾ സൂക്ഷിച്ച ഘടകങ്ങളിൽ നിന്നും നിലവിലുള്ള അറിവിൽ നിന്നും പൂർണ്ണമായ ഒരു ചിത്രം പുനർനിർമ്മിക്കുന്നു. സ്കീമ തിയറി ഇതിനെ വിശദീകരിക്കാൻ സഹായിക്കുന്നു. നമ്മുടെ മസ്തിഷ്കത്തിന് വിവിധ സാഹചര്യങ്ങൾക്കുള്ള ഫ്രെയിംവർക്കുകളുണ്ട്. ഒരു റെസ്റ്റോറന്റിൽ പോകുന്നതിനുള്ള സ്കീമ, ജന്മദിന പാർട്ടിയുടെ സ്കീമ തുടങ്ങിയവ. ഈ സ്കീമകൾ നമുക്ക് പുതിയ അനുഭവങ്ങൾ വേഗത്തിൽ പ്രോസസ്സ് ചെയ്യാൻ സഹായിക്കുന്നു, എന്നാൽ അവ നമ്മുടെ ഓർമ്മകളെയും രൂപപ്പെടുത്തുന്നു. പ്രതീക്ഷകൾക്ക് യോജിക്കാത്ത വിശദാംശങ്ങൾ മാറ്റപ്പെടാം അല്ലെങ്കിൽ മറക്കപ്പെടാം. ഫ്രെഡറിക് ബാർട്ട്ലെറ്റിന്റെ പഠനങ്ങൾ ഇതിന് മികച്ച ഉദാഹരണങ്ങൾ നൽകുന്നു. അവരുടെ പഠനത്തിൽ നേറ്റീവ് അമേരിക്കൻ നാടോടിക്കഥയിലെ അപരിചിതമായ ഘടകങ്ങൾ പങ്കെടുക്കുന്നവർ അവരുടെ സ്വന്തം സാംസ്കാരിക സ്കീമകൾക്ക് യോജിക്കുന്ന ഘടകങ്ങളായി മാറ്റി. കാനോകൾ ബോട്ടുകളായി മാറി, അപരിചിതമായ പേരുകൾ പരിചിതമായവയായി മാറി. കോണ്ടെക്സ്റ്റ് ഡിപെൻഡന്റ് മെമ്മറി എന്ന പ്രതിഭാസം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ഓർമ്മകൾ അവ സൃഷ്ടിക്കപ്പെട്ട സന്ദർഭവുമായി ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. സ്മിത്തും വെല്ലിയും നടത്തിയ പരീക്ഷണങ്ങളിൽ ഒരു പ്രത്യേക മുറിയിൽ പഠിച്ച വിവരങ്ങൾ അതേ മുറിയിൽ നന്നായി തിരിച്ചുവിളിക്കാൻ കഴിഞ്ഞു. വ്യത്യസ്തമായ മുറിയിൽ പരീക്ഷിച്ചപ്പോൾ പ്രകടനം കുറഞ്ഞു. എന്നാൽ രസകരമെന്നു പറയട്ടെ, പങ്കെടുക്കുന്നവരോട് യഥാർത്ഥ മുറിയെക്കുറിച്ച് മാനസികമായി സങ്കല്പിക്കാൻ പറഞ്ഞപ്പോൾ അവരുടെ പ്രകടനം മെച്ചപ്പെട്ടു. ഇത് സൂചിപ്പിക്കുന്നത് മാനസിക സന്ദർഭം പോലും ഓർമ്മ വീണ്ടെടുക്കലിൽ പങ്കുവഹിക്കുന്നു എന്നാണ്. പരീക്ഷ എഴുതുമ്പോൾ പഠിച്ച അതേ മാനസികാവസ്ഥ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് ഓർമ്മ വീണ്ടെടുക്കലിന് സഹായിക്കും. ട്രാൻസ്ഫർ അപ്രോപ്രിയേറ്റ് പ്രോസസ്സിംഗ് എന്ന സങ്കല്പം മോറിസ്, ബ്രാൻസ്ഫോർഡ്, ഫ്രാങ്ക്സ് തുടങ്ങിയവർ അവതരിപ്പിച്ചു. ഓർമ്മ പരീക്ഷണത്തിന്റെ രൂപവും വിവരങ്ങൾ എങ്ങനെ പഠിച്ചു എന്നതും തമ്മിൽ പൊരുത്തമുണ്ടെങ്കിൽ പ്രകടനം മെച്ചപ്പെടും എന്നാണ് ഈ സങ്കല്പം. ആഴത്തിലുള്ള പ്രോസസ്സിംഗ് എല്ലായ്പ്പോഴും മികച്ചതല്ല, പകരം പ്രോസസ്സിംഗിന്റെ തരവും പരീക്ഷണത്തിന്റെ തരവും യോജിക്കണം. ഡിസോസിയേറ്റീവ് അംനീഷ്യ എന്നത് വളരെ അപൂർവവും വിവാദപരവുമായ ഒരു അവസ്ഥയാണ്. കടുത്ത മാനസിക ആഘാതത്തിന് ശേഷം വ്യക്തിഗത ഐഡന്റിറ്റിയും ജീവിത ചരിത്രവും സംബന്ധിച്ച ഓർമ്മകൾ നഷ്ടപ്പെടുന്നു.
സ്പീഗൽ, ലോവൻസ്റ്റീൻ തുടങ്ങിയവരുടെ പഠനങ്ങൾ ഈ അവസ്ഥയെക്കുറിച്ച് അന്വേഷിച്ചു. എന്നാൽ ഇതിന്റെ യഥാർത്ഥ സംഭവ നിരക്കും ബയോളജിക്കൽ അടിസ്ഥാനവും വ്യക്തമല്ല. ഡിസോസിയേറ്റീവ് ഐഡന്റിറ്റി ഡിസോർഡർ അഥവാ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡറും ഓർമ്മയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വ്യത്യസ്ത വ്യക്തിത്വങ്ങൾക്ക് വ്യത്യസ്ത ഓർമ്മകൾ ഉണ്ടാകാം. എന്നാൽ ഈ ഡയഗ്നോസിസ് തന്നെ വളരെ വിവാദപരമാണ്. ചില വിദഗ്ധർ ഇത് യഥാർത്ഥ അവസ്ഥയാണെന്ന് വാദിക്കുമ്പോൾ, മറ്റു ചിലർ ഇത് തെറാപ്യൂട്ടിക് സൂചനകളാൽ സൃഷ്ടിക്കപ്പെട്ടതോ സാമൂഹിക സാംസ്കാരിക സ്വാധീനത്താലോ ഉണ്ടാകുന്നതാണെന്ന് അഭിപ്രായപ്പെടുന്നു. ന്യൂറോളജിക്കൽ അന്നീഷയെക്കുറിച്ചുള്ള പഠനങ്ങളും ഓർമ്മയുടെ സങ്കീർണതയെക്കുറിച്ച് വെളിച്ചം വീശുന്നു. ബ്രാൻഡ മിൽനറും സുസാൻ കോർക്കിനും പഠിച്ച HM എന്ന രോഗിയുടെ കേസ് പ്രശസ്തമാണ്. എപ്പിലെപ്സി ചികിത്സയ്ക്കായി ഹിപ്പോകാമ്പസ് നീക്കം ചെയ്ത ശേഷം HMന് പുതിയ ഓർമ്മകൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ അദ്ദേഹത്തിന് പഴയ ഓർമ്മകൾ നിലനിന്നു, കൂടാതെ പുതിയ മോട്ടോർ സ്കിൽസ് പഠിക്കാനും കഴിഞ്ഞു, എങ്കിലും അവ പഠിച്ചതായി അദ്ദേഹത്തിന് ബോധമുണ്ടായിരുന്നില്ല. ഇത് തെളിയിച്ചത് ഓർമ്മയുടെ വിവിധ തരങ്ങൾ മസ്തിഷ്കത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രോസസ്സ് ചെയ്യപ്പെടുന്നു എന്നാണ്. ഡിക്ലറേറ്റീവ് മെമ്മറി, അതായത് വസ്തുതകളുടെയും സംഭവങ്ങളുടെയും ഓർമ്മ, ഹിപ്പോകാമ്പസിനെ ആശ്രയിക്കുന്നു. എന്നാൽ പ്രൊസീജറൽ മെമ്മറി, അതായത് എങ്ങനെ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള ഓർമ്മ, മറ്റ് മസ്തിഷ്ക സംവിധാനങ്ങളെ ആശ്രയിക്കുന്നു. അൽഷിമേഴ്സ് രോഗത്തെക്കുറിച്ചുള്ള പഠനങ്ങളും ഓർമ്മയുടെ പ്രവർത്തനത്തെക്കുറിച്ച് വിലപ്പെട്ട വിവരങ്ങൾ നൽകുന്നു. ഈ രോഗത്തിൽ ഹിപ്പോകാമ്പസും മറ്റ് മസ്തിഷ്ക മേഖലകളും ക്രമേണ നശിക്കുന്നു. ആദ്യം സമീപകാല ഓർമ്മകളാണ് ബാധിക്കപ്പെടുന്നത്, പിന്നീട് പഴയ ഓർമ്മകളും. എന്നാൽ വളരെ പഴയ ഓർമ്മകൾ, പ്രത്യേകിച്ച് വൈകാരികമായ പ്രാധാന്യമുള്ളവ, കൂടുതൽ കാലം നിലനിൽക്കുന്നു. കോർസഗോഫ് സിൻഡ്രോം എന്ന അവസ്ഥ, പലപ്പോഴും ദീർഘകാല മദ്യപാനം മൂലമുണ്ടാകുന്നത്, കൺഫാബുലേഷന്റെ ഗുരുതരമായ രൂപങ്ങൾ ഉണ്ടാക്കുന്നു. രോഗികൾക്ക് പുതിയ ഓർമ്മകൾ സൃഷ്ടിക്കാൻ കഴിയില്ല, അവർ ഓർമ്മയിലെ വിടവുകൾ വിശദമായ കെട്ടിച്ചമച്ച കഥകൾ കൊണ്ട് നിറക്കുന്നു. അവർ ഇത് മനഃപൂർവ്വം ചെയ്യുകയല്ല, മറിച്ച് അവരുടെ മസ്തിഷ്കം സ്ഥിരയുള്ള ഒരു ആഖ്യാനം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ്. ക്രിറ്റിക് ക്രോസ് റേസ് എഫക്റ്റ് എന്ന പ്രതിഭാസവും പ്രധാനപ്പെട്ടതാണ്. മലിബാസ്, കാറ്റ്സ് തുടങ്ങിയവരുടെ പഠനങ്ങൾ കാണിക്കുന്നത്, വ്യത്യസ്ത വംശീയ പശ്ചാത്തലത്തിലുള്ളവരുടെ മുഖങ്ങൾ തിരിച്ചറിയാനും ഓർക്കാനും നമുക്ക് പ്രയാസമാണ് എന്നാണ്. നമ്മുടെ സ്വന്തം വംശീയ ഗ്രൂപ്പിലെ മുഖങ്ങൾ നാം എളുപ്പത്തിൽ തിരിച്ചറിയുന്നു. ഇത് സാക്ഷി തിരിച്ചറിയലിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാം. വെപ്പൺ ഫോക്കസ് എഫക്റ്റ് എന്നത് കുറ്റകൃത്യങ്ങളുടെ സാക്ഷികളിൽ കാണപ്പെടുന്ന പ്രതിഭാസമാണ്. ലോഫ്റ്റസ്, മാസോ, ബേൺസ് തുടങ്ങിയവരുടെ പഠനങ്ങൾ കാണിക്കുന്നത്, ആയുധം ഉപയോഗിച്ച കുറ്റകൃത്യത്തിന് സാക്ഷ്യം വഹിക്കുമ്പോൾ, സാക്ഷികൾ ആയുധത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു, കുറ്റവാളിയുടെ മുഖം അത്ര വ്യക്തമായി കാണുന്നില്ല എന്നാണ്. ഭീകരതയും സമ്മർദ്ദവും ശ്രദ്ധയെ ഭീഷണിയിലേക്ക് ചുരുക്കുന്നു. സ്ട്രെസ്സും കോർട്ടിസോളും ഓർമ്മയെ സങ്കീർണമായി സ്വാധീനിക്കുന്നു. മോണ്ട എന്ന ഗവേഷകന്റെ പഠനങ്ങൾ കാണിക്കുന്നത്, മിതമായ സമ്മർദ്ദം ഓർമ്മ ദൃഢീകരണം മെച്ചപ്പെടുത്തുന്നു എന്നാണ്. വൈകാരികമായി ഉണർത്തുന്ന അനുഭവങ്ങൾ നന്നായി ഓർക്കപ്പെടുന്നു. എന്നാൽ അമിതമായ സമ്മർദ്ദം, പ്രത്യേകിച്ച് ദീർഘകാലം, ഓർമ്മ രൂപീകരണത്തെയും വീണ്ടെടുക്കലിനെയും നശിപ്പിക്കുന്നു. ന്യൂറോ ട്രാൻസ്മിറ്ററുകളായ അസ്റ്റൈൽകോളിൻ, ഡോപാമൈൻ, സെറോട്ടോണിൻ, ഗ്ലൂട്ടമേറ്റ്, ഗാബ എന്നിവയും ഓർമ്മയിൽ നിർണായക പങ്ക് വഹിക്കുന്നു. കാണ്ടൽ എന്ന ശാസ്ത്രജ്ഞൻ, ഓർമ്മ രൂപീകരണത്തിന്റെ തന്മാത്ര അടിസ്ഥാനം പഠിച്ചതിന് നോബൽ സമ്മാനം നേടി. അദ്ദേഹം കണ്ടെത്തിയത് ഓർമ്മ രൂപീകരണം സിനാരിക് തലത്തിൽ, അതായത് ന്യൂറോണുകൾ തമ്മിലുള്ള കണക്ഷനുകളുടെ തലത്തിൽ സംഭവിക്കുന്നു എന്നാണ്. അനുഭവങ്ങൾ ന്യൂറോണുകൾ തമ്മിലുള്ള കണക്ഷനുകളെ ശക്തിപ്പെടുത്തുകയോ ദുർബലപ്പെടുത്തുകയോ ചെയ്യുന്നു. ലോങ് ടേം പൊട്ടൻഷിയേഷൻ അഥവാ LTP എന്നത് സിനാരിക് കണക്ഷനുകൾ ശക്തിപ്പെടുന്ന പ്രക്രിയയാണ്. ബ്ലിസ്, ലോമോ തുടങ്ങിയവർ കണ്ടെത്തിയ ഈ പ്രതിഭാസം, ഓർമ്മയുടെ നിർവഹണത്തിന്റെ അടിസ്ഥാന സംവിധാനമായി കണക്കാക്കപ്പെടുന്നു. രണ്ട് ന്യൂറോണുകൾ ആവർത്തിച്ച് ഒരുമിച്ച് സജീവമാകുമ്പോൾ, അവ തമ്മിലുള്ള കണക്ഷൻ ശക്തമാകുന്നു. നെൽസ് പ്രസ്താവിച്ച ഹെബ്ബിയൻ ലേണിംഗ് പ്രിൻസിപ്പിൾ ഇത് വിശദീകരിക്കുന്നു. ഒരുമിച്ച് ഫയർ ചെയ്യുന്ന ന്യൂറോണുകൾ ഒരുമിച്ച് വയർ ചെയ്യപ്പെടുന്നു. ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന സങ്കല്പം കാണിക്കുന്നത് നമ്മുടെ മസ്തിഷ്കം സ്ഥിരമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. പുതിയ അനുഭവങ്ങൾ, പഠനം, പരിശീലനം എന്നിവയെല്ലാം മസ്തിഷ്ക ഘടനയെ മാറ്റുന്നു. ടാക്സി ഡ്രൈവർമാരെക്കുറിച്ചുള്ള മാഗ്വയറിന്റെ പ്രശസ്ത പഠനം കാണിച്ചത്, ലണ്ടൻ ടാക്സി ഡ്രൈവർമാരുടെ ഹിപ്പോകാമ്പസ് വലുതാണ് എന്നാണ്, കാരണം അവർ നിരന്തരം സ്പേഷ്യൽ നാവിഗേഷൻ ഉപയോഗിക്കുന്നു. മസ്തിഷ്കം ഉപയോഗിക്കുന്ന പ്രവർത്തനങ്ങൾക്കായി കൂടുതൽ വിഭവങ്ങൾ നീക്കിവെക്കുന്നു. ജീനുകളും ഓർമ്മയിൽ പങ്ക് വഹിക്കുന്നു. CRP ജീൻ പോലുള്ള നിർദ്ദിഷ്ട ജീനുകൾ ഓർമ്മ ദൃഢീകരണത്തിന് അത്യാവശ്യമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ പരിസ്ഥിതിയും ജീവിത അനുഭവങ്ങളും ഈ ജീനുകളുടെ പ്രകടനത്തെ സ്വാധീനിക്കുന്നു. എപ്പിജെനറ്റിക്സ് എന്ന മേഖല പഠിക്കുന്നത് അനുഭവങ്ങൾ എങ്ങനെ ജീൻ പ്രകടനത്തെ മാറ്റുന്നു, അത് തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടാൻ പോലും കഴിയും എന്നാണ്. പ്രോട്ടീൻ സിന്തസിസും ഓർമ്മ ദൃഢീകരണത്തിന് അത്യാവശ്യമാണ്. പുതിയ പ്രോട്ടീനുകൾ സൃഷ്ടിക്കപ്പെടാതെ ദീർഘകാല ഓർമ്മകൾ രൂപീകരിക്കാൻ കഴിയില്ല. പ്രോട്ടീൻ സിന്തസിസ് തടയുന്ന മരുന്നുകൾ നൽകുമ്പോൾ, ഹ്രസ്വകാല ഓർമ്മകൾ രൂപീകരിക്കാം, എന്നാൽ അവ ദീർഘകാല ഓർമ്മകളായി മാറുന്നില്ല എന്ന് പഠനങ്ങൾ കാണിക്കുന്നു. ആജിങ്കും ഓർമ്മയെ സ്വാധീനിക്കുന്നു, എന്നാൽ ആദ്യം കരുതിയതിലും സങ്കീർണമായ രീതിയിലാണ്.
സാൽത്തഹൗസ്, ബാൽട്ടസ് തുടങ്ങിയവരുടെ പഠനങ്ങൾ കാണിക്കുന്നത് എല്ലാ ഓർമ്മാ പ്രവർത്തനങ്ങളും തുല്യമായി വാർദ്ധക്യത്താൽ ബാധിക്കപ്പെടുന്നില്ല എന്നാണ്. എപ്പിസോഡിക് മെമ്മറി, പുതിയ വിവരങ്ങൾ പഠിക്കുന്ന വേഗത, വർക്കിംഗ് മെമ്മറി എന്നിവ പ്രായമാകുമ്പോൾ കുറയുന്നു. എന്നാൽ സെമാൻറ്റിക് മെമ്മറി, വാക്കുകളുടെ അറിവ്, പൊതു അറിവ് എന്നിവ പ്രായമായാലും നല്ല നിലയിൽ നിലനിൽക്കുന്നു അല്ലെങ്കിൽ മെച്ചപ്പെടുന്നു. കോഗ്നിറ്റീവ് റിസർവ് എന്ന സങ്കല്പം സ്റ്റെർൺ, സാറ്റ്സ് തുടങ്ങിയവർ വികസിപ്പിച്ചു. ഉയർന്ന വിദ്യാഭ്യാസം, മാനസിക ഉദ്ദീപനം നൽകുന്ന തൊഴിലുകൾ, ആജീവനാന്ത പഠനം എന്നിവ കോഗ്നിറ്റീവ് റിസർവ് നിർമ്മിക്കുന്നു. ഈ റിസർവ് വാർദ്ധക്യവുമായി ബന്ധപ്പെട്ട കോഗ്നിറ്റീവ് ഇടിവിനെതിരെ ഒരു ബഫറായി പ്രവർത്തിക്കുന്നു. ഡിമെൻഷ്യ പോലുള്ള രോഗങ്ങളുടെ ലക്ഷണങ്ങൾ കാണിക്കുന്നത് വൈകിപ്പിക്കാനും ഇത് സഹായിക്കും. എക്സർസൈസും ഓർമ്മയ്ക്ക് ഗുണം ചെയ്യുന്നു. എറിക്സൺ, വാൻ പ്രാഗ് തുടങ്ങിയവരുടെ പഠനങ്ങൾ കാണിക്കുന്നത് എയറോബിക് വ്യായാമം ഹിപ്പോകാമ്പസിന്റെ വലുപ്പം വർദ്ധിപ്പിക്കുന്നു എന്നാണ്. വ്യായാമം ബിഡിഎൻഎഫ് എന്ന പ്രോട്ടീന്റെ ഉത്പാദനം വർദ്ധിപ്പിക്കുന്നു. ഇത് ന്യൂറോണുകളുടെ വളർച്ചയെയും അതിജീവനത്തെയും പിന്തുണക്കുന്നു. ന്യൂറോജെനെസിസ്, അതായത് പുതിയ ന്യൂറോണുകളുടെ ജനനം, മുതിർന്നവരുടെ ഹിപ്പോകാമ്പസിൽ സംഭവിക്കുന്നു. വ്യായാമം ഇത് പ്രോത്സാഹിപ്പിക്കുന്നു. ന്യൂട്രീഷനും ഓർമ്മയെ സ്വാധീനിക്കുന്നു. ഒമേഗ തോർത്ത് ഫാറ്റി ആസിഡുകൾ, ആന്റിഓക്സിഡന്റുകൾ, വിറ്റാമിനുകൾ എന്നിവ മസ്തിഷ്ക ആരോഗ്യത്തിന് പ്രധാനമാണ്. മെഡിറ്ററേനിയൻ ഡയറ്റ് പോലുള്ള ആരോഗ്യകരമായ ഭക്ഷണക്രമം കോഗ്നിറ്റീവ് ഇടിവിന്റെ നിരക്ക് കുറക്കുന്നു എന്ന് പഠനങ്ങൾ കാണിക്കുന്നു. സോഷ്യൽ ഇന്ററാക്ഷനും കോഗ്നിറ്റീവ് ആരോഗ്യത്തിന് പ്രധാനമാണ്. സാമൂഹികമായി സജീവമായ ജീവിതം നയിക്കുന്നത് മസ്തിഷ്കത്തെ ഉദ്ദീപിപ്പിക്കുന്നു, കോഗ്നിറ്റീവ് ഇടിവിന്റെ സാധ്യത കുറക്കുന്നു. ബാർക്ക്മാൻ, ഫ്രറ്റിഗ്ലിയോണി തുടങ്ങിയവരുടെ പഠനങ്ങൾ സാമൂഹിക ഇടപെടലും മാനസിക ആരോഗ്യവും തമ്മിലുള്ള ശക്തമായ ബന്ധം കാണിക്കുന്നു. മെഡിറ്റേഷനും മൈൻഡ്ഫുൾനെസ്സും ഓർമ്മയിലും ശ്രദ്ധയിലും പോസിറ്റീവ് സ്വാധീനം ചെലുത്തുന്നു. സാര ലാസാർ, റിച്ചാർഡ് ഡേവിഡ്സൺ തുടങ്ങിയവരുടെ പഠനങ്ങൾ കാണിക്കുന്നത് ദീർഘകാല മെഡിറ്റേഷൻ പരിശീലകർക്ക് മസ്തിഷ്കത്തിന്റെ ചില മേഖലകളിൽ കൂടുതൽ ഗ്രേ മാറ്റർ ഉണ്ട് എന്നാണ്. കുറച്ച് ആഴ്ചകളുടെ മൈൻഡ്ഫുൾനെസ് പരിശീലനം പോലും വർക്കിംഗ് മെമ്മറിയും ശ്രദ്ധയും മെച്ചപ്പെടുത്താൻ കഴിയും. ടെക്നോളജിയും ഓർമ്മയെ മാറ്റിമറിക്കുകയാണ്. സ്മാർട്ട് ഫോണുകൾ, സെർച്ച് എഞ്ചിനുകൾ എന്നിവ നമ്മുടെ എക്സ്റ്റേണൽ മെമ്മറിയായി മാറിയിരിക്കുന്നു. സ്പാരോ, ലിയു, വെഗ്നർ എന്നിവർ നടത്തിയ ഗൂഗിൾ എഫക്ട് പഠനം കാണിച്ചത് വിവരങ്ങൾ ഓൺലൈനിൽ ലഭ്യമാണെന്ന് അറിയുമ്പോൾ നാം ആ വിവരങ്ങൾ തന്നെ ഓർക്കാതെ അത് എവിടെ കണ്ടെത്താം എന്ന് മാത്രം ഓർക്കുന്നു എന്നാണ്. ഇത് ട്രാൻസാക്റ്റീവ് മെമ്മറി സിസ്റ്റം എന്ന സങ്കല്പവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വെഗ്നർ വികസിപ്പിച്ച ഈ സങ്കല്പം പറയുന്നത് ഗ്രൂപ്പുകളിൽ വിവരങ്ങൾ വിതരണം ചെയ്യപ്പെടുന്നു എന്നാണ്. ഓരോരുത്തരും വ്യത്യസ്ത മേഖലകളിൽ സ്പെഷ്യലൈസ് ചെയ്യുന്നു. ആർക്കറിയാം എന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഇന്റർനെറ്റ് നമ്മുടെ ട്രാൻസാക്റ്റീവ് മെമ്മറി സിസ്റ്റത്തിന്റെ ഭാഗമായി മാറിയിരിക്കുന്നു. ഫേസ്ബുക്ക് എഫക്ട് എന്ന പ്രതിഭാസവും രസകരമാണ്. ഞങ്ങളുടെ അനുഭവങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാൻ തയ്യാറെടുക്കുമ്പോൾ ആ അനുഭവങ്ങളെ നാം എങ്ങനെ എൻകോഡ് ചെയ്യുന്നു എന്നത് മാറുന്നു. ഫോട്ടോ എടുക്കുന്നതിൽ മുഴുകിയിരിക്കുമ്പോൾ അനുഭവം തന്നെ പൂർണ്ണമായി ആസ്വദിക്കാൻ കഴിയാതെ വരാം. ഫോട്ടോ ടേക്കിംഗ് ഇമ്പയർമെന്റ് എഫക്ട് എന്ന് ലിൻഡ ഹെങ്കിൾ വിശദീകരിച്ച പ്രതിഭാസം കാണിക്കുന്നത് നാം ഫോട്ടോ എടുക്കുന്ന വസ്തുക്കളെ അത്ര നന്നായി ഓർക്കുന്നില്ല എന്നാണ്. ക്യാമറയെ ആശ്രയിക്കുന്നത് നമ്മുടെ സ്വന്തം ഓർമ്മയെ ദുർബലപ്പെടുത്തുന്നു. എന്നാൽ പിന്നീടുള്ള പഠനങ്ങൾ കാണിക്കുന്നത് ഫോട്ടോകൾ പിന്നീട് നോക്കുകയും അവയെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്താൽ അവ യഥാർത്ഥത്തിൽ ഓർമ്മയെ ശക്തിപ്പെടുത്താൻ കഴിയും എന്നാണ്. ഡിജിറ്റൽ അന്നീഷ്യ എന്ന പദം ഇന്റർനെറ്റിലും ഡിജിറ്റൽ ഉപകരണങ്ങളിലും അമിതമായി ആശ്രയിക്കുന്നത് മൂലമുള്ള ഓർമ്മക്കുറവിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. ഫോൺ നമ്പറുകൾ, വിലാസങ്ങൾ, ജന്മദിനങ്ങൾ പോലുള്ള അടിസ്ഥാന വിവരങ്ങൾ പോലും നാം മറക്കുന്നു, കാരണം അവ ഉപകരണങ്ങളിൽ സംഭരിച്ചിരിക്കുന്നു. എന്നാൽ ഇത് അനിവാര്യമായും മോശമല്ല. ട്രൈവിയൽ വിവരങ്ങൾക്കായി മാനസിക ശേഷി ചെലവഴിക്കാതെ കൂടുതൽ സങ്കീർണമായ ചിന്തകളിലേക്ക് നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയും. പക്ഷേ വളരെ അധികം ആശ്രയിക്കുന്നത് നമ്മുടെ മാനസിക കഴിവുകളെ ദുർബലപ്പെടുത്തിയേക്കാം. മെമ്മറി ചാമ്പ്യൻഷിപ്പുകളിലെ പങ്കാളികളെക്കുറിച്ചുള്ള പഠനങ്ങൾ രസകരമായ ഉൾക്കാഴ്ചകൾ നൽകുന്നു. മാഗ്വയർ, വാലന്റൈൻ തുടങ്ങിയവർ കണ്ടെത്തിയത് മെമ്മറി അത്ലറ്റുകൾക്ക് അസാധാരണമായ തലച്ചോറുണ്ടെന്നല്ല, മറിച്ച് അവർ സ്പെഷ്യൽ മെമ്മറി സ്ട്രാറ്റജികൾ ഉപയോഗിക്കുന്നു എന്നാണ്. മെത്തേഡ് ഓഫ് ലോസി അഥവാ മെമ്മറി പാലസ് ടെക്നിക്, പാക്ക് സിസ്റ്റം, മറ്റ് നെമോണിക് ഉപകരണങ്ങൾ എന്നിവ ആർക്കും പഠിക്കാൻ കഴിയും. സുവർണയുഗം പറഞ്ഞപ്പോൾ തുടങ്ങിയ കഥ ഇതോടെ അവസാനിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? നമ്മുടെ ഓർമ്മകൾ തികഞ്ഞ റെക്കോർഡിങ്ങുകളല്ല. അവ ഡൈനാമിക്, വഴക്കമുള്ള, നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന പുനർനിർമ്മാണങ്ങളാണ്. ഓരോ തവണ നാം എന്തെങ്കിലും ഓർക്കുമ്പോഴും ആ ഓർമ്മയെ ചെറുതായെങ്കിലും മാറ്റിമറിക്കുന്നു. നമ്മുടെ നിലവിലുള്ള വിശ്വാസങ്ങൾ, വികാരങ്ങൾ, പ്രതീക്ഷകൾ ഇവയെല്ലാം ഭൂതകാലത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടിനെ സ്വാധീനിക്കുന്നു. ഇത് അർത്ഥമാക്കുന്നത് നമ്മുടെ ഓർമ്മകളെ ഒട്ടും വിശ്വസിക്കാൻ പാടില്ല എന്നല്ല. നമ്മുടെ ദൈനംദിന ജീവിതം പ്രവർത്തിപ്പിക്കാൻ ഓർമ്മകൾ അത്യാവശ്യമാണ്. നാം ആരാണ്, എവിടെ നിന്ന് വന്നു, എന്താണ് പഠിച്ചത്, എന്തെല്ലാം അനുഭവിച്ചു എന്നിങ്ങനെയുള്ള നമ്മുടെ സ്വത്വബോധം തന്നെ ഓർമ്മകളിൽ അധിഷ്ഠിതമാണ്. എന്നാൽ ഓർമ്മകൾക്ക് തെറ്റുപറ്റാം എന്ന് അംഗീകരിക്കുന്നത് വളരെ പ്രധാനമാണ്.
പ്രത്യേകിച്ച് മറ്റുള്ളവരുമായുള്ള ബന്ധങ്ങളിൽ. ഒരു സംഭവത്തെക്കുറിച്ച് നിങ്ങളുടെ ഓർമ്മയും മറ്റൊരാളുടെ ഓർമ്മയും വ്യത്യസ്തമാണെങ്കിൽ അതിൽ ഒരാൾ കള്ളം പറയുകയാണെന്ന് അനുമാനിക്കേണ്ട ആവശ്യമില്ല. രണ്ടുപേരുടെയും ഓർമ്മകൾ ആത്മാർത്ഥമായിരിക്കാം, എന്നിട്ടും വ്യത്യസ്തമായിരിക്കാം. നിയമവ്യവസ്ഥയിലും ഈ അറിവ് പ്രധാനമാണ്. ഐവിറ്റ്നസ് സാക്ഷ്യം വളരെ ബോധ്യപ്പെടുത്തുന്നതായി തോന്നാം, പ്രത്യേകിച്ച് സാക്ഷി വളരെ ആത്മവിശ്വാസത്തോടെ പറയുമ്പോൾ. എന്നാൽ ഗവേഷണങ്ങൾ വ്യക്തമായി കാണിക്കുന്നത് ആത്മവിശ്വാസവും കൃത്യയും തമ്മിൽ നേരിട്ടുള്ള ബന്ധമില്ല എന്നാണ്. ഇന്നസെൻസ് പ്രോജക്റ്റ് പോലുള്ള സംഘടനകൾ കണ്ടെത്തിയത് DNA തെളിവുകളാൽ കുറ്റവിമുക്തരാക്കപ്പെട്ടവരിൽ 75% കേസുകളിലും തെറ്റായ സാക്ഷി തിരിച്ചറിയൽ പ്രധാന ഘടകമായിരുന്നു എന്നാണ്. ഇന്ന് പല നിയമവ്യവസ്ഥകളും ഐവിറ്റ്നസ് തിരിച്ചറിയൽ നടപടിക്രമങ്ങൾ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നു. ബ്ലൈൻഡ് ലൈനപ്പുകൾ, അതായത് ലൈനപ്പ് നടത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥന് പ്രതി ആരാണെന്ന് അറിയില്ല. സീക്വൻഷ്യൽ ലൈനപ്പുകൾ, അതായത് ഒരേസമയം എല്ലാവരെയും കാണിക്കുന്നതിനുപകരം ഓരോരുത്തരെ പ്രത്യേകം കാണിക്കുക. സാക്ഷികൾക്ക് മുൻകൂട്ടി നിർദ്ദേശങ്ങൾ നൽകുക, പ്രതി ലൈനപ്പിൽ ഇല്ലായിരിക്കാമെന്ന് പറയുക തുടങ്ങിയ മാറ്റങ്ങൾ നടപ്പിലാക്കുന്നു. തെറാപ്പി മേഖലയിലും ഓർമ്മയുടെ വഴക്കമുള്ള സ്വഭാവത്തെക്കുറിച്ചുള്ള അവബോധം പ്രധാനമാണ്. തെറാപ്പിസ്റ്റുകൾ വളരെ ശ്രദ്ധാപൂർവം പ്രവർത്തിക്കണം, തങ്ങളുടെ സൂചനകളോ ചോദ്യങ്ങളോ വഴി തെറ്റായ ഓർമ്മകൾ സൃഷ്ടിക്കാതിരിക്കാൻ. എന്നാൽ അതേസമയം ട്രോമാറ്റിക് അനുഭവങ്ങളുടെ ഓർമ്മകളെ പ്രോസസ്സ് ചെയ്യാൻ സഹായിക്കുന്നത് രോഗശാന്തിക്ക് അത്യാവശ്യമാണ്. ഇത് ഒരു സൂക്ഷ്മമായ സന്തുലിതാവസ്ഥയാണ്. വിദ്യാഭ്യാസ മേഖലയിലും ഓർമ്മ ഗവേഷണത്തിന്റെ കണ്ടെത്തലുകൾ പ്രയോഗിക്കാൻ കഴിയും. സ്പേസ്ഡ് റിപ്പറ്റീഷൻ, ആക്റ്റീവ് റീകോൾ, ഇന്റർലീവിംഗ് എന്നിങ്ങനെയുള്ള തെളിയിക്കപ്പെട്ട പഠന രീതികൾ വിദ്യാർത്ഥികൾക്ക് പഠിപ്പിക്കണം. പരീക്ഷണം തന്നെ ഒരു പഠന ഉപകരണമാണ്, വെറും വിലയിരുത്തൽ മാത്രമല്ല എന്ന് റോഡിഗർ, കാർപിക് തുടങ്ങിയവരുടെ പഠനങ്ങൾ കാണിക്കുന്നു. ടെസ്റ്റിംഗ് എഫക്ട് അല്ലെങ്കിൽ റിട്രീവൽ പ്രാക്ടീസ് എന്നറിയപ്പെടുന്ന ഈ പ്രതിഭാസം വിവരങ്ങൾ സജീവമായി തിരിച്ചുവിളിക്കുന്നത് ഓർമ്മയെ ശക്തിപ്പെടുത്തുന്നു എന്ന് തെളിയിക്കുന്നു. ദൈനംദിന ജീവിതത്തിൽ ഓർമ്മ മെച്ചപ്പെടുത്താൻ നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാം. മതിയായ ഉറക്കം ഉറപ്പാക്കുക, പതിവായി വ്യായാമം ചെയ്യുക, ആരോഗ്യകരമായ ഭക്ഷണക്രമം പിന്തുടരുക, സാമൂഹികമായി സജീവമായിരിക്കുക, മാനസികമായി ഉദ്ദീപിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക, പുതിയ കാര്യങ്ങൾ പഠിക്കുക, സമ്മർദ്ദം കൈകാര്യം ചെയ്യുക ഇവയെല്ലാം കോഗ്നിറ്റീവ് ആരോഗ്യത്തിന് സംഭാവന ചെയ്യുന്നു. മൈൻഡ്ഫുൾനെസ് പരിശീലനം, ഇന്നത്തെ നിമിഷത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ശ്രദ്ധയും വർക്കിംഗ് മെമ്മറിയും മെച്ചപ്പെടുത്താൻ സഹായിക്കും. മൾട്ടിടാസ്കിംഗ് ഒഴിവാക്കി ഒരേസമയം ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വിവരങ്ങൾ നന്നായി എൻകോഡ് ചെയ്യപ്പെടാൻ സഹായിക്കും. എക്സ്റ്റേണൽ മെമ്മറി എയ്ഡുകൾ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. കലണ്ടറുകൾ, ടു ഡു ലിസ്റ്റുകൾ, റിമൈൻഡറുകൾ, നോട്ടുകൾ എന്നിവ നമ്മുടെ മെമ്മറി സിസ്റ്റത്തെ വിപുലീകരിക്കുന്നു. പ്രധാനപ്പെട്ടത് ഈ ഉപകരണങ്ങളെ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുക എന്നതാണ്. ട്രിവിയൽ വിവരങ്ങൾക്കായി അവ ഉപയോഗിക്കുക, അതിലൂടെ കൂടുതൽ പ്രധാനപ്പെട്ട ചിന്തകൾക്കായി മാനസിക ശേഷി ലഭ്യമാക്കുക. പക്ഷേ പ്രധാനപ്പെട്ട വിവരങ്ങൾ, നമ്മുടെ മൂല്യങ്ങൾ, ജ്ഞാനം, കഴിവുകൾ എന്നിവ നമ്മുടെ മസ്തിഷ്കത്തിൽ തന്നെ സൂക്ഷിക്കാൻ പ്രോത്സാഹിപ്പിക്കണം. ക്രിട്ടിക്കൽ തിങ്കിംഗ് സ്കിൽസ്, പ്രോബ്ലം സോൾവിംഗ്, സൃഷ്ടിപരത ഇവയെല്ലാം മാനസിക കഴിവുകൾ ആവശ്യമാണ്. ഓർമ്മയുടെ സങ്കീർണതയെക്കുറിച്ചുള്ള ധാരണ നമ്മെ കൂടുതൽ എമ്പതിക്ക് ആക്കാനും സഹായിക്കും. മറ്റുള്ളവർ തങ്ങളുടെ ഓർമ്മകളിൽ ആത്മാർത്ഥരാണെങ്കിലും അവയ്ക്ക് തെറ്റുപറ്റാം എന്ന് മനസ്സിലാക്കുമ്പോൾ നാം കൂടുതൽ ക്ഷമാശീലരാകും. നിങ്ങൾ കള്ളം പറയുകയാണ് എന്ന് ആരോപിക്കുന്നതിനുപകരം നമ്മൾ രണ്ടുപേർക്കും ആ സംഭവത്തെക്കുറിച്ച് വ്യത്യസ്ത ഓർമ്മകളുണ്ട് എന്ന് സമ്മതിക്കാൻ കഴിയും. സ്വയം അവബോധത്തിനും ഇത് സഹായിക്കും. നമ്മുടെ ഓർമ്മകൾ തികച്ചും വസ്തുനിഷ്ഠമല്ല, മറിച്ച് നമ്മുടെ നിലവിലുള്ള വിശ്വാസങ്ങളാലും വികാരങ്ങളാലും രൂപപ്പെട്ടവയാണ് എന്ന് തിരിച്ചറിയുമ്പോൾ നാം കൂടുതൽ വിനയമുള്ളവരാകും. എനിക്കറിയാം, ഞാൻ അവിടെ ഉണ്ടായിരുന്നു എന്ന ആത്മവിശ്വാസത്തോടെയുള്ള പ്രഖ്യാപനത്തിനുപകരം എന്റെ ഓർമ്മ പ്രകാരം എന്ന സൂക്ഷ്മത പുലർത്താൻ നമുക്ക് പഠിക്കാം. ഓർമ്മകളുടെ സബ്ജക്റ്റീവ് സ്വഭാവം തിരിച്ചറിയുന്നത് നമ്മുടെ ജീവിത ആഖ്യാനത്തെ കൂടുതൽ ബോധപൂർവം രൂപപ്പെടുത്താൻ സഹായിക്കും. നമ്മുടെ ഓർമ്മകൾ നമ്മുടെ ഐഡന്റിറ്റിയുടെ അടിസ്ഥാനമാണ്. നാം ആരാണെന്നുള്ള നമ്മുടെ ബോധം നമ്മുടെ ഭൂതകാലത്തെക്കുറിച്ചുള്ള നമ്മുടെ കഥകളിൽ നിന്നാണ് വരുന്നത്. ഈ കഥകൾ മാറ്റാവുന്നവയാണെന്ന് തിരിച്ചറിയുമ്പോൾ നമുക്ക് അവയെ കൂടുതൽ രൂപാന്തരപ്പെടുത്താം. നാരേറ്റീവ് തെറാപ്പി പോലുള്ള സമീപനങ്ങൾ ഈ ആശയം ഉപയോഗപ്പെടുത്തുന്നു. മനഃശാസ്ത്രജ്ഞരായ മൈക്കിൾ വൈറ്റ്, ഡേവിഡ് എപ്സ്റ്റൺ വികസിപ്പിച്ച ഈ സമീപനം ആളുകളെ അവരുടെ ജീവിത കഥകൾ പുനരാഖ്യാനം ചെയ്യാൻ സഹായിക്കുന്നു. നെഗറ്റീവ് അനുഭവങ്ങളെ മാത്രം ഊന്നിപ്പറയുന്ന കഥകളെ വളർച്ചയുടെയും പ്രതിരോധത്തിന്റെയും കഥകളാക്കി മാറ്റാം. പോസ്റ്റ് ട്രോമാറ്റിക് ഗ്രോത്ത് എന്ന സങ്കല്പവും ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. റിച്ചാർഡ് ടെഡെഷി, ലോറൻസ് കാൽഹൗൺ തുടങ്ങിയവരുടെ പഠനങ്ങൾ കാണിക്കുന്നത് കഠിനമായ ട്രോമാറ്റിക് അനുഭവങ്ങൾക്ക് ശേഷം പോലും ആളുകൾക്ക് അവരുടെ അനുഭവത്തെ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്നതിനെ ആശ്രയിച്ച് വളർച്ച കണ്ടെത്താൻ കഴിയും എന്നാണ്. അവസാനമായി, ഓർമ്മയുടെ അപൂർണത ഒരു ബഗ് അല്ല, മറിച്ച് ഒരു ഫീച്ചർ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ മസ്തിഷ്കം എല്ലാ വിശദാംശങ്ങളും കൃത്യമായി സൂക്ഷിക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടില്ല. പകരം ഇത് വഴക്കമുള്ളതും അഡാപ്റ്റബിൾ ആയതുമായ ഒരു സംവിധാനമാണ്, മാറുന്ന പരിതസ്ഥിതികളിൽ നാം അതിജീവിക്കാനും വളരാനും സഹായിക്കുന്ന ഒന്ന്.
ഓർമ്മയുടെ വഴക്കം നമ്മെ സൃഷ്ടിപരമാക്കുന്നു, ഭാവിയെക്കുറിച്ച് ആലോചിക്കാൻ പ്രാപ്തമാക്കുന്നു, പുതിയ സാഹചര്യങ്ങളിൽ പഴയ അറിവ് പ്രയോഗിക്കാൻ സഹായിക്കുന്നു. തികച്ചും കൃത്യമായ പക്ഷേ വഴക്കമില്ലാത്ത ഓർമ്മയേക്കാൾ ചെറിയ അശുദ്ധികളുള്ളതും എന്നാൽ വഴക്കമുള്ളതുമായ ഓർമ്മയാണ് കൂടുതൽ പ്രയോജനകരം. കമ്പ്യൂട്ടർ പോലെ തികച്ചും കൃത്യമായ ഓർമ്മയുള്ള ഹൈപ്പർതൈമസിയ രോഗികളുടെ പഠനങ്ങൾ ഇത് സ്ഥിരീകരിക്കുന്നു. അവർക്ക് മിക്കവാറും എല്ലാം വിശദമായി ഓർമ്മയുണ്ടെങ്കിലും അത് എല്ലായ്പ്പോഴും അനുഗ്രഹമല്ല. മോശം അനുഭവങ്ങളും വിശദമായി ഓർമ്മയുണ്ട്, അത് മറക്കാൻ കഴിയാതെ വരുമ്പോൾ വൈകാരികമായി ബുദ്ധിമുട്ടാകാം. അമൂർത്തമായി ചിന്തിക്കാൻ, പാറ്റേണുകൾ കാണാൻ, വിശദാംശങ്ങളിൽ മുങ്ങാതെ വലിയ ചിത്രം കാണാൻ അവർക്ക് പ്രയാസമാകാം. അതിനാൽ നമ്മുടെ അപൂർണമായ ഓർമ്മകൾക്കായി നാം നന്ദിയുള്ളവരാകാം. അവ നമ്മളെ മനുഷ്യരാക്കുന്നു, നമ്മുടെ കഥകൾ പറയാൻ പ്രാപ്തമാക്കുന്നു, ഭാവിയിലേക്കായി സ്വപ്നം കാണാൻ അനുവദിക്കുന്നു, തെറ്റുകളിൽ നിന്ന് പഠിക്കാൻ എന്നാൽ അവയിൽ മുഴുകിപ്പോകാതെ ഇരിക്കാൻ സഹായിക്കുന്നു. നമ്മുടെ ഓർമ്മകൾ നമ്മുടെ ജീവിത കഥയാണ്. ആ കഥ എല്ലായ്പ്പോഴും പൂർണ്ണമായും കൃത്യമല്ലായിരിക്കാം, പക്ഷേ അത് നമ്മുടേതാണ്. അത് നമ്മുടെ ഐഡന്റിറ്റിയെ രൂപപ്പെടുത്തുന്നു, നമ്മുടെ ബന്ധങ്ങളെ സ്വാധീനിക്കുന്നു, നമ്മുടെ ഭാവിയെ നയിക്കുന്നു. അതിനാൽ ഈ കഥ എഴുതുമ്പോൾ ശ്രദ്ധയും വിനയും ആത്മാർത്ഥതയും പുലർത്താം. നമ്മുടെ ഓർമ്മകൾ തികഞ്ഞവയല്ലെന്ന് അംഗീകരിക്കാം, എന്നാൽ അവയുടെ മൂല്യം നിഷേധിക്കരുത്. മറ്റുള്ളവരുടെ ഓർമ്മകളെ ബഹുമാനിക്കാം, അവ നമ്മുടേതിൽ നിന്ന് വ്യത്യസ്തമാണെങ്കിലും. നമ്മുടെ ഭൂതകാലത്തെക്കുറിച്ചുള്ള നമ്മുടെ കഥകൾ നമ്മുടെ ഭാവിയെ പരിമിതപ്പെടുത്താൻ അനുവദിക്കരുത്, മറിച്ച് അവയിൽ നിന്ന് പഠിച്ച് മുന്നോട്ടു പോകാം. സുഹൃത്തുക്കളെ, ഇതാണ് നമ്മുടെ ഓർമ്മയുടെ വിചിത്രവും അതിശയകരവുമായ ലോകം. നമ്മൾ ഓർക്കുന്നത് പച്ചക്കള്ളമായിരിക്കാം, പക്ഷേ അത് നമ്മുടെ സത്യമാണ്. ആ സത്യം മനസ്സിലാക്കുന്നത്, അതിന്റെ പരിമിതികൾ അംഗീകരിക്കുന്നത്, അതേസമയം അതിന്റെ സാധ്യതകൾ ആഘോഷിക്കുന്നത്, ഇതാണ് ജ്ഞാനത്തിലേക്കുള്ള വഴി. നിങ്ങൾ ഇന്ന് ഈ വീഡിയോ കണ്ടത് നാളെ എങ്ങനെ ഓർക്കും? അത് നിങ്ങളുടെ നിലവിലുള്ള വിശ്വാസങ്ങൾക്കനുസരിച്ച് മാറുമോ? ഒരുപക്ഷേ. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങളുടെ മസ്തിഷ്കം ഇപ്പോൾ ഈ വിവരങ്ങൾ പ്രോസസ്സ് ചെയ്യുകയാണ്, അതിനെ നിങ്ങളുടെ നിലവിലുള്ള അറിവുമായി കൂട്ടിച്ചേർക്കുകയാണ്, ഒരു പുതിയ ഓർമ്മ സൃഷ്ടിക്കുകയാണ്. ഒരു ഓർമ്മ അത് തികച്ചും കൃത്യമല്ലായിരിക്കാം, പക്ഷേ നിങ്ങളുടേതാണ്. നിങ്ങളുടെ ഓർമ്മകളോടും മറ്റുള്ളവരുടെ ഓർമ്മകളോടും കൂടുതൽ കാരുണ്യത്തോടെയും ധാരണയോടെയും സമീപിക്കാൻ ഈ വീഡിയോ നിങ്ങളെ സഹായിക്കട്ടെ. നമ്മുടെ അപൂർണമായ, വഴക്കമുള്ള, അതിശയകരമായ ഓർമ്മകൾ ആഘോഷിക്കാം, അവ നമ്മളെ മനുഷ്യരാക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും കമന്റ് സെക്ഷനിൽ പങ്കുവെക്കൂ. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങളുടെ ഓർമ്മയും മറ്റൊരാളുടെ ഓർമ്മയും തമ്മിൽ വലിയ വ്യത്യാസം അനുഭവപ്പെട്ടിട്ടുണ്ടോ? ആ അനുഭവം എങ്ങനെയായിരുന്നു? നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്തു? നിങ്ങളുടെ കഥകൾ ഞങ്ങളോട് പങ്കുവെക്കൂ.